ശ്രദ്ധിക്കുക മക്കളെ, നമ്മൾ ഈ അടുത്ത് നോക്കാൻ പോകുന്നത് വെച്ചാൽ മെട്രിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. മെട്രിക്സിൽ പൊതുവെ ചോദ്യം വരുന്ന ഇക്വാലിറ്റി ഓഫ് മെട്രിക്സിൽ വരും, പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഇതിലേക്ക് പൊതുവെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇക്വാലിറ്റി മെട്രിക്സിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഇഫ് ഇഫ് എ ഈസ് ഈക്വൽ ടു എന്താ 1 to 4x 1 to 4x, പിന്നെ ഇവിടെ 3 ആണ് 3. അതുപോലെ ബി ഈസ് ഈക്വൽ ടു എന്താ 1 to a3 ആണെങ്കിൽ എന്താ ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്. ദീസ് ടു മെട്രിക്സ് എ ആൻഡ് ബി ആർ ഈക്വൽ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ എന്താ മെട്രിക്സ്? മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് മെട്രിക്സ് വെച്ച് ബ്രീഫ്. എന്താ മെട്രിക്സ്? മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്പേഴ്സ് അറേഞ്ച് ഇൻ റെക്ടാങ്കുലർ റോസ് ഓഫ് കോളംസ്. റെക്ടാങ്കുലർ റോസ് ഓഫ് കോളംസ്. ഓക്കെ, ഇതാണ് മെട്രിക്സ്. ഫോർ 1 1 2 അല്ലെങ്കിൽ എ ബി അല്ലേ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ റോസ് ആൻഡ് കോളംസിൽ അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഈ റോസിനെ പറയുന്നത് ഈ എന്താ പറയുക, ഹൊറിസോണ്ടലായിട്ട് പറയുന്നതിനാണ് റോസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേർട്ടിക്കലായിട്ട് ഇത് പറയുന്നതാണ് കോളംസ് എന്ന് പറയും. ശരിയല്ലേ? അങ്ങനെ എന്താ ആദ്യത്തെ റോനെ നമുക്ക് എന്താ R1 എന്ന് വിളിക്കാം, രണ്ടാമത്തെ റോനെ നമുക്ക് R2 എന്ന് വിളിക്കാം. അങ്ങനെ ഫസ്റ്റ് റോനെ നമുക്ക് ഫസ്റ്റ് കോളത്തെ C1 എന്ന് വിളിക്കാം, കോളം 1. സെക്കൻഡ് കോളത്തിന് C2 എന്ന് വിളിക്കാം. മെട്രിക്സിന്റെ ഓർഡർ എപ്പോഴും പറയുന്നത് എന്താ M/N എന്ന് ഫോമല്ല. ഓർഡർ എപ്പോഴും M/N. അതായത് M എന്ന് വെച്ചാൽ എന്താ റോഡ് അക്കൗണ്ട്, N എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളത്തിന്റെ അക്കൗണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എത്ര റോ ഉണ്ട്? ഇവിടെ 2 റോയും 2 കോളം. അപ്പോൾ ഇതിന്റെ ഓർഡർ എന്താ? 2/2. ഇത് ബൈ എന്ന് വായിക്കുന്നത് കേട്ടോ. ഇൻറ്റു എന്നല്ല, ബൈ എന്ന് വായിക്കുന്നത് കേട്ടോ. ഇതാണ് മെട്രിക്സിന്റെ ബേസിക് സാധനങ്ങൾ. ഓക്കെ, പിന്നെ വേറെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെട്രിക്സിന് ഒരു റോയെ ഉള്ളെങ്കിൽ അതെന്താ റോ മെട്രിക്സ് എന്ന് പറയും. റോ മെട്രിക്സ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താ ഒറ്റ റോ ഉള്ളു 1 2 3 4 കേട്ടോ. ഒരു മെട്രിക്സിന് ഒരു കോളയോ ഉള്ളെങ്കിൽ എന്താ കോളം മെട്രിക്സ് എന്ന് പറയും കേട്ടോ. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും 1 2 3 4 ഇങ്ങനെ വരും കേട്ടോ. പിന്നെന്താ ഒരു മെട്രിക്സിന് റോയും കോളോ ഈക്വൽ ആണെങ്കിൽ 1 2 3 4 രണ്ട് റോയും 2 കോളോ അല്ലേ. അങ്ങനെ ഇതിനെ പറയുന്ന സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും കേട്ടോ. സ്ക്വയർ മെട്രിക്സ്. ഒരു മെട്രിക്സിന് റോയും കോളോ ഈക്വൽ അല്ലെങ്കിൽ 1 2 3 4 5 6 ഇവിടെ എന്താ നോക്കി 2 റോയും 3 കോളം ഉണ്ട്. അപ്പോൾ ഇതിനെന്താ റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങൾ. റെക്ടാങ്കുലർ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും കേട്ടോ. ഈ അടുത്തൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതൊക്കെയാണ് ബേസിക്സ് ആയിട്ട് മെട്രിക്സിനെ കുറിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നേരത്തെ ക്വസ്റ്റ്യൻ രണ്ട് മെട്രിക്സ് ഉണ്ട്, എയും ബിയും രണ്ട് മെട്രിക്സ് ആണ്. എയും ബി ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ശരിയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ രണ്ട് മെട്രിക്സ് എയും ബിയും ക്വസ്റ്റ്യൻ ഈക്വൽ. അപ്പോൾ കറസ്പോണ്ടിങ് ഇത് 1 1 ഈക്വൽ 2 2 ഈക്വൽ 3 3 ഈക്വൽ. അപ്പോൾ ഇവിടുത്തെ കറസ്പോണ്ടിങ് 4x അല്ലേ. 4x ഈസ് ഈക്വൽ ടു 8, എക്സ് ഈസ് ഈക്വൽ ടു 8/4. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ഇതാണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് എക്സ് വൈ സെഡ് എ. അങ്ങനെയെങ്കിൽ രണ്ട് മെട്രിക്സ് ഉണ്ട്. ഈ ഒരു മെട്രിക്സ് എന്നതുകൊണ്ട് ഇതൊരു മെട്രിക്സ്. രണ്ട് കണ്ട ഈക്വൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഡയറക്റ്റ് പറയത്തില്ല. ഈക്വൽ സൈനും കണ്ട ഈക്വൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെയെങ്കിൽ രണ്ട് ഈക്വൽ മെട്രിക്സും അങ്ങനെ അതിൻ്റെ വാല്യൂസ് എക്സ് വൈ സെഡ് യുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ ഈക്വൽ മെട്രിക്സ് ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ എന്താ ഇക്വേറ്റ് ചെയ്യാം. എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു ഇവിടെ കറസ്പോണ്ടിങ് എലമെന്റ് 0 ആണ് അല്ലേ. 0 എക്സ് ഈസ് ഈക്വൽ ടു -3 ശരിയല്ലേ. അങ്ങനെ അടുത്ത ഇത് ഓക്കെ, സെറ്റ് -1 ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് എലമെന്റ് 3 ആണല്ലേ. അപ്പോൾ എന്താ സെഡ് ഈസ് ഈക്വൽ ടു 3 + 1 4 വരും കേട്ടോ. അപ്പോൾ അടുത്ത നോക്കി, അടുത്ത 4a - 6 4a - 6 ഈസ് ഈക്വൽ ടു 2a എന്ന് വരും അല്ലേ. അപ്പോൾ 2 എപ്പുറത്തുനിന്ന് 4a - 2a ഈസ് ഈക്വൽ ടു 6 അല്ലേ. എന്താ 2a ഈസ് ഈക്വൽ ടു 6, a ഈസ് ഈക്വൽ ടു 6/2, a ഈസ് ഈക്വൽ ടു 3 കിട്ടി അല്ലേ. അടുത്ത ഇക്വേഷൻ നോക്കി, 2y + x ഈസ് ഈക്വൽ ടു -7 വന്നു അല്ലേ. അപ്പോൾ 2y + x ഈസ് ഈക്വൽ ടു -7 കിട്ടി. നമുക്കറിയാം എക്സ് നമ്മൾ തൊട്ടുമുമ്പ് സോൾവ് ചെയ്തോളൂ. എക്സിൻ്റെ വാല്യൂ നമ്മൾ തൊട്ടുമുമ്പ് സോൾവ് ചെയ്തോളൂ. എന്താ 2y + എക്സിൻ്റെ വാല്യൂ എത്രയാണ് -3 എന്ന് തൊട്ടുമുമ്പ് സോൾവ് ചെയ്തോളൂ അല്ലേ. 2y + എക്സിൻ്റെ വാല്യൂ തൊട്ടുമുമ്പ് നമ്മൾ -3 സോൾവ് ചെയ്തു. അപ്പോൾ 2y + -3 ഈസ് ഈക്വൽ ടു -7. അപ്പോൾ മൈനസ് അപ്പുറത്തും എന്താ 2y ഈസ് ഈക്വൽ ടു -7 + 3. അപ്പോൾ 2y ഈസ് ഈക്വൽ ടു എന്താ -4 വരും, y ഈസ് ഈക്വൽ ടു -2 വരും കേട്ടോ. ഇതാണ് ആൻസർ. അപ്പോൾ എന്താ എക്സിൻ്റെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു എന്താ പറയുക, എക്സ് ഈസ് ഈക്വൽ ടു എന്തോരം വാല്യൂ പറ. എക്സ് ഈസ് ഈക്വൽ ടു ഒന്ന് പറക്കി എഴുതണം കേട്ടോ. എക്സ് ഈസ് ഈക്വൽ ടു -3 എന്ന് വരും, y ഈസ് ഈക്വൽ ടു -2 എന്ന് വരും. അതുപോലെ a ഈസ് ഈക്വൽ ടു എന്ത് വരും, a ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. അതുപോലെ z ഈസ് ഈക്വൽ ടു 4 എന്ന് വരും കേട്ടോ. ഇത്രയാണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ സാധനമാണ്. ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ് ഇക്വേറ്റ് ചോദിക്കുന്ന സാധനമാണ് കേട്ടോ. പക്ഷേ പരീക്ഷ ചിലപ്പോൾ ഇച്ചിരി ഹാർഡായിട്ട് ചോദിക്കുന്നത് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. കൺസ്ട്രക്ട് ചെയ്യാൻ അങ്ങനത്തെ ചോദ്യം വരും ഹാർഡ്. അപ്പോൾ അങ്ങനത്തെ ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാമേ. മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ എഴുതിക്കൊള്ള ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ ക്വസ്റ്റ്യൻ ഓക്കെ, കൺസ്ട്രക്ട് എ 2/2 മെട്രിക്സ്, കൺസ്ട്രക്ട് 2/2 മെട്രിക്സ് whose elements are aij is equal to 1/2 mod 2i - 3j. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ 2/2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താ 2 റോയും 2 കോളം ഉള്ളത് അല്ലേ. 2 റോയും 2 കോളം അല്ലേ. നമുക്ക് മനസ്സിലായി. അപ്പോൾ aij എന്ന് വെച്ചാൽ i എന്ന് വെച്ചാൽ റോയ്, j എന്ന് വെച്ചാൽ കോളമാണ്. ആദ്യം എപ്പോഴും റോ എഴുതുന്ന പിന്നെ കോളം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യും ഫസ്റ്റ് എലമെന്റ് എന്താ ഇത് എപ്പോഴും ഫസ്റ്റ് നമ്മൾ ആദ്യമേ മെട്രിക്സ് കൺസിഡർ ചെയ്യും. അപ്പോൾ എന്താ 2/3 2 റോയും 2 കോളം അല്ലേ. 2 കോളം അല്ലേ. അങ്ങനെ എന്താ ഇതേതാ ഫസ്റ്റ് റോ ആണ്, ഇത് സെക്കൻഡ് റോ ആണ് അല്ലേ. അതുപോലെ ഇതെന്താ ഫസ്റ്റ് കോളമാണ്, സെക്കൻഡ് കോളമാണ് അല്ലേ. ഈ എലമെന്റ് ഏതാണ്? ഈ എലമെന്റ് എന്ന് പറയുമ്പോൾ എന്താ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. അപ്പോൾ A11 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ
ഫസ്റ്റ് റോ തന്നെയാണ് ഇതിലെ, പക്ഷേ സെക്കൻഡ് കോളത്തിൽ A12 എന്ന് പറയുമ്പോൾ ഇതെന്താ സെക്കൻഡ് റോ വരും അല്ലേ, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം A21 ഇത് A22 ഇങ്ങനെ വരും ആ ഒരു സംഭവം ശരിയല്ലേ. അപ്പോൾ അവർ പറയുന്നുണ്ട് Aij എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 1/2 മോഡ് 2i മൈനസ് 3j എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ A11 ഫസ്റ്റ് എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കും. A11 എന്നുള്ള എലമെന്റ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 1/2 ഇൻറ്റു 2i മൈനസ് 3j മോഡ് ഓഫ് 2i മൈനസ് 3j. അപ്പോൾ എന്താ 1/2 മോഡ് 2 ഐയുടെ സ്ഥാനത്ത് എന്താ 1 കിടക്കുന്നത് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 1 മൈനസ് ജെയുടെ സ്ഥാനത്ത് 3 ഇൻറ്റു 1 ശരിയല്ലേ. അപ്പോൾ എന്താ 1/2 2 ഇൻറ്റു 1 2 മൈനസ് 3 ഇൻറ്റു 1 3 അല്ലേ. അപ്പോൾ എന്ത് വരും 1/2 മോഡ് ഓഫ് -1 വരും. മോഡ് ഓഫ് -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തന്നെയാണ് അല്ലേ, ആണോ? മോഡ് ഓഫ് -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക 1 തന്നെയാണ് അല്ലേ. അപ്പോൾ എന്താ 1/2 ഇൻറ്റു 1 വരും. അപ്പോൾ എന്താ ആൻസർ എന്താ 1/2 കേട്ടോ. അപ്പോൾ എന്താ ഫസ്റ്റ് എലമെന്റ് നമുക്ക് 1/2 കിട്ടി. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ ഇത് എക്സാമ്പിൾ 2/2 മെട്രിക്സ് ആയി ഇവിടുത്തത് 1/2 കിട്ടി. അടുത്ത ഈ എലമെന്റ് എന്താ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അത് മായ്ച്ച് നമുക്ക് എഴുതാം. ഇങ്ങനെ മായ്ച്ച് നമുക്ക് എഴുതാം. ഇവിടെ A11 എന്ന് വരാം, നമുക്ക് എന്ത് കിട്ടി, നമുക്ക് A1 എന്ന് വരാം, നമുക്ക് എന്താ നൈസായിട്ട് എന്താ 1/2 എന്ന് കിട്ടി. നമുക്ക് A12 നോക്കാം. A12 ഐക്ക് വരാൻ 1 ജെക്ക് വരാൻ 2. അപ്പോൾ എന്താ A12 ഇസിക്കൽ ടു ഐക്ക് വരാം 1/2 ഇൻറ്റു 2i മൈനസ് 3j അല്ലേ. 2i മൈനസ് 3j മോഡ് ഓഫ് അല്ലേ. എന്താ 1/2 ഇൻറ്റു 2 ഇൻറ്റു ഐക്ക് വരാൻ 1 ജെക്ക് വരാൻ 2. അപ്പോൾ എന്താ 2 അല്ലേ. എന്താ 1/2 ഇൻറ്റു 2 മൈനസ് 6 മോഡ് ഓഫ് അല്ലേ. 1/2 മോഡ് -4 മോഡിൻ്റെ പുറത്ത് എന്ത് -4 പോസിറ്റീവ് ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 4 അപ്പോൾ വെട്ടി പോകുമ്പോൾ 2 അപ്പം 2 വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ അപ്പോൾ A12 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ A12 എത്ര കിട്ടി, A12 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വായിച്ചെഴുതാം. A12 നമുക്ക് എന്താ ഇത് കിട്ടി അല്ലേ. A12 എന്ന് പറയുമ്പോൾ 2 കിട്ടി കേട്ടോ. ആൻസർ 2 കിട്ടി. ഓക്കെ അല്ലേ. അങ്ങനെ നോക്കടാ A12 2 കിട്ടി. അങ്ങനെയെങ്കിൽ A21 A22 എങ്ങനെ കണ്ടുപിടിക്കുക. A21 എന്ന് പറയുമ്പോൾ ഐക്ക് വരാൻ 2 ജെക്ക് വരാൻ 1 അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സെയിം ഇക്വേഷൻ അല്ലേ. എന്താ 1/2 മോഡ് 2i മൈനസ് 3j ആണെങ്കിൽ 1/2 അല്ലേ 2 ഇൻറ്റു ഐക്ക് വരാം എത്ര അല്ലേ 2 അല്ലേ. അപ്പോൾ ഐക്ക് വരാൻ 2 ജെക്ക് വരാം 1 അല്ലേ. അപ്പോൾ 1/2 മോഡ് 4 മൈനസ് 3 അല്ലേ. അപ്പോൾ എന്താ 1 വരുമ്പോൾ 1/2 വരും. അപ്പോൾ ആൻസർ 1/2 കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മായ്ച്ച് അത് നമ്മൾ എന്താ പറയുക 1/2 ആക്കി. ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ല. 1/2 ആക്കി. ഈ ലാസ്റ്റ് എന്താ A22 അപ്പോൾ സെക്കൻഡ് റോ സെക്കൻഡ് കോളം അപ്പോൾ എന്താ A22 ഇസിക്കൽ 1/2 ഐക്ക് വരാം അല്ലേ. 2 ഇൻറ്റു ഐക്ക് വരാൻ 2 മൈനസ് ജെക്ക് വരാം 3 ഇൻറ്റു 2 1/2 മോഡ് 4 മൈനസ് 6. അപ്പോൾ എന്താ 1/2 മോഡ് -2 വരും. അപ്പോൾ മോഡ് പുറത്ത് പോകുമ്പോൾ എന്താ പ്ലസ് 1/2 ഇൻറ്റു 2 അപ്പോൾ എന്താ 1 വരും. അപ്പോൾ ആൻസർ എന്താ 1. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്, പാടൊന്നുമില്ല കേട്ടോ. ആൻസർ 1. അപ്പോൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക. എന്താ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കൺസ്ട്രക്ട് ഇത്ര ഉള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇക്വാലിറ്റി കഴിഞ്ഞ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള സംഭവം കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ടോപ്പിക് അഡീഷൻ സബ്സ്ട്രാക്ഷനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അഡീഷൻ സബ്സ്ട്രാക്ഷൻ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഇഫ് A ഇസിക്കൽ ടു എന്താ സൈൻ സ്ക്വയർ തീറ്റ 1 അതുപോലെ തന്നെ എന്താ മൈനസ് കോസ് സ്ക്വയർ തീറ്റ സീക് സ്ക്വയർ തീറ്റ A അതുപോലെ എന്താ B ഇസിക്കൽ ടു എന്താ കോസ് സ്ക്വയർ തീറ്റ അതുപോലെ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അതുപോലെ എന്താ 0 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇങ്ങനെ വന്നു. അങ്ങനെയെങ്കിൽ A B എന്ന് തരുമെങ്കിൽ എന്താ ഫൈൻഡ് A പ്ലസ് ബി. ഫൈൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് എന്താ ഫൈൻഡ് A പ്ലസ് ബി. ഇപ്പോൾ A പ്ലസ് ബി എന്താ കൂട്ടാൻ രണ്ട് മെട്രിക്സും ആഡ് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്താൽ മതിയില്ലേ. അപ്പോൾ എന്താ A പ്ലസ് ബി ഇസിക്കൽ ടു എന്താ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആദ്യത്തെ ഏതാ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഇതിൻ്റെ ആദ്യത്തെ എന്താ കോസ് സ്ക്വയർ തീറ്റ അല്ലേ. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ ഇവിടുത്തെ എന്താ ഓക്കെ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഇവിടുത്തെ ആദ്യത്തെ ഏതാ എന്താ അപ്പോൾ എന്താ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ശരിയല്ലേ. ഇനി ഇവിടുത്തെ 1 ആണ് ഇവിടുത്തെ 0 ആണ്. അപ്പോൾ എന്താ 1 പ്ലസ് 0 അല്ലെ. ഇവിടുത്തെ എന്താ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ. അപ്പോൾ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കിട്ടി, കുഴപ്പമില്ലല്ലോ, ഇത്രയും കിട്ടി. ഇനി നോക്കടാ A പ്ലസ് ബി ഈസിക്കൽ ടു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ നമ്മൾ തൊട്ട് മുമ്പ് നോട്ടി പഠിച്ചോളൂ 1 എന്ന് നമുക്കറിയാം. ഇതെന്താ മൈനസ് കോമ എടുത്ത് എന്താ ഇവിടെ എന്താ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ. ഇവിടെ 1 പ്ലസ് 0 1 ആണ്. സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്താ അതും 1 ആണ് ശരിയല്ലേ. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. A പ്ലസ് ബി ഈസിക്കൽ ടു എന്താ വരും 1 വരും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ 1 ആണ്. അപ്പോൾ മൈനസ് ഓഫ് 1 എന്നാൽ -1 വരും 1 വരും 1 വരും കേട്ടോ. ഇതാണ് ആൻസർ കേട്ടോ. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ് കേട്ടോ, തെറ്റിക്കരുത് ഓക്കെ അല്ലേ. അപ്പം ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഇത് നല്ലൊരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം ഈ സ്റ്റാൻഡേർഡ് 2017 ചോദിച്ചത്, 2017 ബോർഡ് എക്സാം ചോദിച്ചത്, 2017 ICC ബോർഡ് എക്സാം ചോദിച്ചതാണ്. A ഇസിക്കൽ ടു 1 3 3 4 ആണ്. B ഇസിക്കൽ -2 -1 -3 2 ആണ്. C ഇസിക്കൽ A സ്ക്വയർ മൈനസ് 5 B സ്ക്വയർ ഇസിക്കൽ ടു 5C ആണ്. അങ്ങനെയെങ്കിൽ സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. C എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2/3 മെട്രിക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ C എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 2/2 മെട്രിക്സ് എന്ന് ഓൾറെഡി അവർ പറയുന്നു. ഓക്കെ,
അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പരീക്ഷ ചോദിക്കും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പരീക്ഷ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താ അറിയാം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ് അറിയണം. അപ്പോൾ അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ, എന്താ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ? രണ്ട് മെട്രിക്സ്, ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സ്. ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഇപ്പം ഓർഡർ എം ബൈ എൻ ആണെന്ന് വിചാരിച്ചു, സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ എൻ ബൈ പി എന്ന് വിചാരിച്ചു. അപ്പം എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എൻ്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താ, ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയുടെ നമ്പറും ഈക്വൽ ആയിരിക്കണം. അതായത് നമ്പർ ഓഫ് റോസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. ഇതാണ് സംഭവം. ഫസ്റ്റ് മെട്രിക്സ് റോ. അപ്പോൾ നോക്കി ഇവിടെ എന്താ, എന്നും പിയും എം ബൈ എൻ, ഒരു എം എന്നൊരു റോയും എൻ എന്നൊരു കോളവും, എൻ എന്നൊരു റോയും എൻ എന്ന് പി എന്നൊരു കോളം. അപ്പോൾ എന്താ, രണ്ടിൻ്റെയും ഇത് ഈക്വൽ അല്ലേ, എന്നും എൻ ഈക്വൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഉത്തരം കിട്ടുള്ളൂ. കിട്ടുന്ന ഉത്തരം എ ബി അല്ലേ. അപ്പോൾ എ ബിയുടെ ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ ബാക്കി വരുന്ന വാല്യൂ അതായിരിക്കും ഓർഡർ. അതായത് എം ബൈ പി എന്നായിരിക്കും ഓർഡർ. ലെറ്റ്സ് എ ഒരു മെട്രിക്സ് 1 2 3 4, ഓക്കെ, എൻ്റെ ഓർഡർ 2/2 ആണ്. അടുത്ത മെട്രിക്സ് അടുത്ത മെട്രിക്സ് എന്ന് പറയുമ്പോൾ, അപ്പോൾ അടുത്ത മെട്രിക്സിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 1 2 3 4 5 6 എന്ന്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എത്ര, 2 റോയും 3 കോളം അല്ലേ ഓർഡർ, ശരിയല്ലേ. അപ്പോൾ അങ്ങനെ ഇത് മൾട്ടിപ്ലൈ പറ്റും നോക്കാം. നോക്കി, ഇവിടുത്തെ നമ്പർ ഓഫ് കോളം 2 ആണ്, ഇവിടെ നമ്പർ ഓഫ് 2, അപ്പോൾ മൾട്ടിപ്ലൈ പറ്റും. അങ്ങനെ കിട്ടുന്ന ഉത്തരം എന്താ, കിട്ടുന്ന ഉത്തരത്തിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ എന്താ 2/3 ആയിരിക്കും. ഇതാണ് സംഭവം. കിട്ടുന്ന ഓർഡർ 2/3 കേട്ടോ. ഇതാണ് സംഭവം. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, നോക്കാം. നമുക്ക് നോക്കാം. രണ്ട് മെട്രിക്സ് ചുമ്മാ എഴുതി കാണിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുവാണ്, 1 2 3 4 എന്ന് എഴുതുവാണ്. വേറൊരു മെട്രിക്സ് എഴുതുവാണ്, എന്താ എ ബി സി ഡി. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഉത്തരം ഇവിടെ ഫസ്റ്റ് വരുന്ന എലമെന്റ് ഫസ്റ്റ് റോ, ഇതെന്താ ഫസ്റ്റ് കോളത്തിൽ എലമെന്റ് ഇല്ല. അപ്പോൾ സ്വഭാവമായിട്ട് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ എന്താ 1 ഇൻറ്റു ഈ 1 ഇൻറ്റു ഈ എ, 1 ഇൻറ്റു എ പ്ലസ് എന്താ 2 ഇൻറ്റു സി. ഇതാണ് ആദ്യത്തെ എലമെന്റ് കേട്ടോ. അപ്പം അങ്ങനെ ഇവിടുത്തെ ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിൽ എലമെന്റ് എന്താ, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അല്ലേ. അപ്പോൾ എന്താ 1 ഇൻറ്റു ബി പ്ലസ് 2 ഇൻറ്റു ഡി കേട്ടോ. ഇതാണ് കേട്ടോ. ഓക്കെ, എങ്കിൽ ഇത് അടുത്ത് നോക്കിയടാ, അടുത്ത് നോക്കി, ഇതെന്താ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അല്ലേ. അപ്പോൾ സെക്കൻഡ് റോ ഇത് ഫസ്റ്റ് കോളം ഇത്. അപ്പോൾ എന്താ നോക്കി 3 ഇൻറ്റു എ പ്ലസ് എന്താ 4 ഇൻറ്റു സി അല്ലേ. 3 ഇൻറ്റു എ പ്ലസ് 4 ഇൻറ്റു സി, ശരിയല്ലേ, ആണോ. അപ്പോൾ നോക്കണം, ഇവിടെ എന്ത് വരും, ഇവിടെ സെക്കൻഡ് റോ സെക്കൻഡ് കോളം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ 3 ഇൻറ്റു ബി അല്ലേ പ്ലസ് 4 ഇൻറ്റു ഡി. ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പാറ്റേൺ. മനസ്സിലായി, പാറ്റേൺ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ 2017 ബോർഡ് എക്സാമിൽ വെച്ച ക്വസ്റ്റ്യൻസ് ഇതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ എ ഈസിക്കൽ, അപ്പോൾ പറഞ്ഞെന്താ ഫൈൻഡ്, എന്താ പറയുന്നത്, ഒരു ഫൈൻഡ് എ സ്ക്വയർ മൈനസ് 5b സ്ക്വയർ ഈസിക്കൽ ടു 5c എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ എ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, എ ഇൻറ്റു എ അല്ലേ. അപ്പം എ നമുക്ക് എഴുതാം 1 3 3 4 ഇൻറ്റു എന്താ 1 3 3 4 ഇതല്ലേ. അപ്പോൾ എന്താ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും നമുക്ക്, 1 ഇൻറ്റു ഈ 1 അല്ലേ, 1 ഇൻറ്റു 1 പ്ലസ് ഈ 3 ഇൻറ്റു 3 അല്ലേ. 3 ഇൻറ്റു 3 അതാണ് ആദ്യത്തെ എലമെൻറ്റ്. അടുത്ത എന്താ 1 ഇൻറ്റു 3 അല്ലേ, 1 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 4 രണ്ടാമത്തെ എലമെൻറ്റ് കിട്ടി. ഓക്കെ, അടുത്ത എന്താ ഇത് 3 ഇൻറ്റു 1 അല്ലേ, 3 ഇൻറ്റു 1 അല്ലേ പ്ലസ് 4 ഇൻറ്റു 3 അല്ലേ. അടുത്ത എന്താ 3 ഇൻറ്റു 3 അല്ലേ, 3 ഇൻറ്റു 3 അല്ലേ പ്ലസ് 4 ഇൻറ്റു 4, ശരിയല്ലേ. നമുക്ക് നോക്കുമ്പോൾ എന്ത് വരും, 1 ഇൻറ്റു 1 1, 3 ഇൻറ്റു 3 9. അപ്പോൾ 9 പ്ലസ് 1 എന്ത് കിട്ടി, 10 കിട്ടി അല്ലേ. 1 ഇൻറ്റു 3 3 ഇൻറ്റു 4 12. അപ്പോൾ എന്താ 3 പ്ലസ് 12 എത്ര, 15 കിട്ടി. ഇത് നോക്കടാ, 3 ഇൻറ്റു 1 3, 4 ഇൻറ്റു 12. അപ്പോൾ ഇതെന്താ ഇവിടെ 15 കിട്ടി. 3 ഇൻറ്റു 3 9, 4 ഇൻറ്റു 4 16. അപ്പോൾ 9 പ്ലസ് 16 എത്ര, 25 കിട്ടി. അപ്പോൾ ഇതാണ് എ സ്ക്വയർ വാല്യൂ കിട്ടി. ഓക്കെ, അടുത്ത എന്താ പറയുന്നത്, ബി സ്ക്വയർ കാണണം അല്ലേ. അപ്പോൾ ബി നമുക്കുണ്ട്, ബി ഈസിക്കൽ എന്താ -2 1 -3 2 ഉണ്ട്. അപ്പോൾ ബി സ്ക്വയർ എന്താ, ബി സ്ക്വയർ ഈസിക്കൽ ടു എന്താ ബി ഇൻറ്റു ബി ആണ് അല്ലേ. അങ്ങനെ എന്താ ബി ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എന്ത് പറയും നോക്കി, -2 1 -3 2, അതുപോലെ എന്താ പറയുക -2 1 -3 2 രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ശരിയല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് വരും, നമുക്ക് നോക്കാം. നോക്കി, വലിയ പാടൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളാണ്. നോക്കി സോൾവ് ചെയ്യുമ്പോൾ എന്താ വരും, -2 ഇൻറ്റു -2 അല്ലേ പ്ലസ് 1 ഇൻറ്റു -3 ആദ്യത്തെ എലമെൻറ്റ്. അടുത്ത എലമെൻറ്റ് എന്താ നോക്ക്, -2 ഇൻറ്റു 1 അല്ലേ പ്ലസ് 1 ഇൻറ്റു 2 അല്ലേ, ശരിയല്ലേ. അടുത്ത എന്താണ് എലമെൻറ്റ്, -3 ഇൻറ്റു -2 അല്ലേ പ്ലസ് 2 ഇൻറ്റു -3, ശരിയല്ലേ. അടുത്തെന്ത് വരും, -3 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2. അപ്പോൾ ബി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉത്തരം, ബി സോൾവ് ചെയ്യുമ്പോൾ ഉത്തരം എന്താ
4 മൈനസ് 3 6 മൈനസ് 6 അതുപോലെ -2 + 2 -3 + 4 എന്ന് കിട്ടി അല്ലേ? എന്താ സംഭവം നോക്കി, 4 - 3 എന്ന് പറയുമ്പോൾ 1 വരും, -2 + 2 0 വരും, 6 - 6 0 വരും, 1 വരും. അപ്പോൾ ബി എന്താ? അല്ല ബി അല്ല, ബി സ്ക്വയർ എന്താ എങ്ങനെ കിട്ടി? അപ്പോൾ എ സ്ക്വയറും കിട്ടി, ബി സ്ക്വയറും കിട്ടി. നമ്മുടെ ഉത്തരം ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ സ്ക്വയർ മൈനസ് 5b² = 5c എന്നാ പറയുന്നത്. അങ്ങനെ സി കണ്ടുപിടിക്കാൻ അല്ലേ? അല്ലേ സി കണ്ടുപിടിക്കും, ശരിയല്ലേ? എന്നാൽ എ സ്ക്വയറിനെ ബി സ്ക്വയറിന്റെ വാല്യൂ കിട്ടിയാൽ എ സ്ക്വയറിന്റെ വാല്യൂ എത്രടാ? നമ്മൾ കണ്ടുപിടിച്ചു 10 അല്ലേ, 15 അല്ലേ, 15 25 കണ്ടുപിടിച്ചു അല്ലേ? മൈനസ് 5 × ബി സ്ക്വയർ എത്രടാ? 1001 അല്ലേ? ശരിയല്ലേ? = 5c. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. 10 15 15 25 മൈനസ് എന്താ 5005 = 5c അല്ലേ? അതായത് 5c = എന്താ, രണ്ടും ഈക്വൽ മെട്രിക്സ് അല്ലേ? 2/2 2/2 ഓർഡർ ആണ്, 2/2 ആണ്, 2/2 ഓർഡർ ആണ്, ഈക്വൽ മെട്രിക്സ് എന്താ? കറസ്പോണ്ടിങ് എലമെന്റ്സ് മൈനസ് ചെയ്യണം, മൈനസ് അല്ലേ, കറസ്പോണ്ടിങ് മൈനസ് ചെയ്യുക. അപ്പോൾ 10 - 5 എന്താ? 5 ആണ്. 15 - 0 15 ആണ്. 15 - 0 15 ആണ്. 25 - 5 എത്ര? 20 ആണ്, ശരിയല്ലേ? അപ്പോൾ 5c ആണ് ഇത് കിട്ടിയത്. അപ്പോൾ സി എന്താ? c = ഓരോ എലമെന്റ് ഡിവൈഡ് ബൈ 5. അപ്പോൾ എന്താ 5/5 എന്താ 1 വരും. 15/5 എന്താ 5/5 അല്ലേ? 15/5 അല്ലേ? 15/5 അല്ലേ? 25/5 എന്ന് വരും അല്ലേ? ശരിയല്ലേ? അപ്പോൾ എന്താ ആൻസർ എന്ത്? c = 5/5 എന്താ 1 ആണ്. 15/5 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 വരും, ഇത് 4 വരും. 25 അല്ല 20 ആണ്, സോറി 20 ആണ്, 20 കേട്ടോ. കാരണം എന്താ 25 - 5 എന്നല്ലേ 20 കേട്ടോ. യെസ്. അപ്പം 1 3 3 4 എന്ന് കിട്ടും കേട്ടോ. ഇതാണ് ആൻസർ വരുന്നത്, സിയുടെ വാല്യൂ. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇങ്ങനത്തെ ഒരു പാറ്റേൺ കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. വേറൊരു ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഗിവൺ a = ഓക്കെ x3 y3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ, ഇഫ് a² അല്ല a² = 3i ആണെങ്കിൽ വേർ i is എന്താ, i ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താണ്? 2/2 ഓർഡർ ആണെങ്കിൽ 1 0 0 1 കേട്ടോ, 1 0 0 1 കേട്ടോ. 3/3 1 0 0 0 1 0 0 0 1 ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഐഡന്റിറ്റി ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ് ആൻഡ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക, ഇതാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്താ പറയുന്നവർ? ഓക്കെ, ക്വസ്റ്റ്യൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ a² = 3a എന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. അപ്പോൾ എന്താ a എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം, a എന്ന് വെച്ച് കഴിഞ്ഞാൽ x3 y3. അപ്പോൾ a² ആകുമ്പോൾ എന്താ ഇൻറ്റു എന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, x3 y3 മൾട്ടിപ്ലൈ ചെയ്തു = 3 എന്ന് വെച്ചാൽ 3 × 1 0 0 1 ശരിയല്ലേ? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും നോക്കി, x × x² + 3y. അടുത്ത എലമെന്റ് എന്ന് പറയുമ്പോൾ എന്താ അല്ലേ, x × 3 3x + 9. അടുത്ത എന്ത് വരും, xy + 3y എന്ന് വരും. അടുത്ത എന്ത് വരും, 3y + 9 വരും = എന്താ 3 0 0 3 എന്ന് വരും, ശരിയല്ലേ? ഓക്കെ അല്ലേ? നോക്കണം, രണ്ടും ഈക്വൽ മെട്രിക്സ് ആണ്. ഈക്വൽ മെട്രിക്സ് ആകുമ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. കറസ്പോണ്ടിങ് എലമെന്റ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. എക്സും വൈയുടെ വാല്യൂസ് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിൽ ഏറ്റവും എളുപ്പം നോക്കാം. നമുക്ക് ഇത് ഏറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എക്സും വൈ ഒരുമിച്ച് വരുന്നത് ഇക്വേറ്റ് ചെയ്യാൻ പാടാം. എക്സും വൈ ഇല്ലാത്ത നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, ഏറ്റവും എളുപ്പം. അപ്പോൾ എക്സും വൈ ഇല്ലാത്ത ഇത് നോക്കി, ഇവിടെ എക്സും വൈ ഇല്ല, എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ 3x + 9 = 0. 3x = -9 ആണ്. എന്താ x = -9/3. അപ്പോൾ എന്താ x = -3 കണ്ടാ, എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇത് നോക്കി, ഇത് കിട്ടിയോ? ഓക്കെ, 3y = 3y + 9 = 3 ആണ് അല്ലേ? 3y + 9 = 3y + 9 = 3 ആണ്. 3y = 3 - 9 ആണ്. 3y = -6 ആണ്. y എന്താ -6/3. അപ്പോൾ എന്താ വൈയുടെ വാല്യൂ എന്താ -2 കേട്ടോ. എക്സിൻ്റെ വാല്യൂ എന്താ -3, വൈയുടെ വാല്യൂ -2. ലാസ്റ്റ് പറക്കി എഴുതണം കേട്ടോ. എളുപ്പമാണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, ഇവാലുവേറ്റ് അല്ലേ? എന്താ ഇവാലുവേറ്റ്, എന്താ പറയുക, ചെറിയ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട്, വേറെ ഒന്നുമല്ല. ഇവിടെ ഒരു ഈക്വൽസ് ഇല്ല കേട്ടോ, ഇവിടെ ഈക്വൽസ് ഇല്ല. ഓക്കെ, രണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ് കേട്ടോ. ഇവാലുവേറ്റ് 4 sin 30 അതുപോലെ 2 cos 60 sin 90 cos 0 × 4 5 5 6 രണ്ട് മെട്രിക്സ് കേട്ടോ. ഇതൊരു a എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഓക്കെ, ഇത് b എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഇപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയുക, കിട്ടുന്ന ഉത്തരം കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം, ചെയ്യാൻ എളുപ്പം, വേറെ ഒന്നുമല്ല. ട്രിഗ്നോമെട്രി പഠിക്കാത്ത കുട്ടി ചെയ്യാൻ പാടാം. നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചു, ആംഗിൾസ് ഒക്കെ എങ്ങനെ ഇടുന്നത് പഠിച്ചു ഇല്ലേ? അപ്പോൾ നോക്കിയാൽ 4 × sin 30 എത്ര, നമ്മൾ നേരത്തെ പഠിച്ചു sin 30 എത്ര 1/2 അല്ലേ? ഈ 2 cos 60 എത്ര, cos 60 1/2 അല്ലേ? sin 90 എത്ര 1 അല്ലേ? 2 × cos 0, cos 0 എത്രടാ, cos 0 എന്ന് പറയുമ്പോൾ 1 അല്ലേ? ശരിയല്ലേ? ഇൻറ്റു എന്താ 4 5 5 4. ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണാൻ പേടിക്കരുത് കേട്ടോ. ആദ്യമേ ഇക്വേറ്റ് ചെയ്യണം. ചിലപ്പോൾ ട്രിഗ്നോമെട്രി ചെയ്യാൻ പറ്റില്ല, ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. ചെയ്യരുത്. എന്ത് കിട്ടിയാലും നമ്മളെന്താ
മാക്സിമം ധൈര്യത്തോടെ നമ്മളെന്താ ഫേസ് ചെയ്യുക കേട്ടോ. ഉത്തരം കിട്ടിയാലില്ലെങ്കിലും ഫൈറ്റ് ടിൽ ദ എൻഡ് കേട്ടോ. അവസാനം വരെ പൊരുതുക. ഉത്തരം കിട്ടൂലെന്നല്ല, ചെയ്യാൻ ശ്രമിക്കുക. ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ പാണാതി വിട്ട് കളയരുത്. ഫൈറ്റ് ടിൽ ദ എൻഡ്, ഉത്തരം കിട്ടുന്നവരെ പൊരുതുക കേട്ടോ. അപ്പോൾ യെസ് ദാണ്ടേ അങ്ങനെ നോക്കടാ. ഓക്കെ, 4 × 1/2 അപ്പോൾ എന്ത് വരും? 2 വരും. 2 × 1/2 1 വരും, 1 വരും, 2 വരും. നോക്ക് ഇനി നോക്കി ഇവിടെ എന്താ 4 5 5 4 ശരിയല്ലേ? ഇപ്പം എന്താ സംഭവം? ഇത് രണ്ട് മെട്രിക്സിന് മൾട്ടിപ്ലിക്കേഷൻ പോലെ അല്ലേ? അപ്പോൾ എന്താ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഓക്കെ 2 ഇൻറ്റു അല്ലേ 2 × 4 അല്ലേ 2 × 4 അല്ലേ പ്ലസ് 1 × 5 ശരിയല്ലേ? അതുപോലെ തന്നെ അടുത്ത എന്താ വരുക? 2 × 5 അല്ലേ പ്ലസ് 1 × 4 ശരിയല്ലേ? അടുത്ത ഇവിടെ താഴെ എന്താ വരിക? 1 × 4 അല്ലേ പ്ലസ് 2 × 5 ശരിയല്ലേ? ഇവിടെ എന്താ 1 × 5 പ്ലസ് 2 × 4 ശരിയല്ലേ? അപ്പോൾ എന്താ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് എനിക്ക് ഉത്തരം എന്താ വരും? ഉത്തരം വരുന്ന 13 വരും, 14 വരും, 14 വരും, 13 വരും. ഇതാണ് ആൻസർ കേട്ടോ. ഇതാണ് മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് പരീക്ഷ ചോദിക്കത്തില്ല, പക്ഷേ സപ്പോസ് ഇപ്പോൾ ചോദിക്കുകയാണ്, ഒരു ജസ്റ്റ് ശ്രദ്ധിച്ചോ. പരീക്ഷ ചോദിക്കത്തില്ല, പക്ഷേ സപ്പോസ് ചോദിക്കുകയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നു. ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ്, ഇപ്പം ജസ്റ്റ് ഒരു മെട്രിക്സ് ആണ് 2 3 4 5 എന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ ഫൈൻഡ് എ ട്രാൻസ്പോസ് അല്ലെങ്കിൽ ഫൈൻഡ് എ റേസ് ടു ടി എന്നോ അല്ലെങ്കിൽ എന്താ എ റേസ് ടു ഡാഷ് എന്നോ അല്ലെങ്കിൽ എന്താ എ റേസ് ടു ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ എന്താ ക്വസ്റ്റ്യന് ഫൈൻഡ് ട്രാൻസ്പോസ് ഓഫ് എ. ഇങ്ങനെ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷ ചോദിക്കത്തില്ല, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് സാധനം ഇങ്ങനെ വരത്തില്ല. അഥവാ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പാടമില്ല, വേറെ ഒന്നും ഇങ്ങനെ എഴുതിയാൽ മതി. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 2 3 4 5 ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ എയുടെ ട്രാൻസ്പോസിന് ഇങ്ങനെ എയുടെ മുകളിൽ റേസ് ടു ടി ഇടുന്നതാണ് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്താ റോയിനെ എല്ലാം കോളം ആക്കുന്നു, കോളത്തിനെ റോ ആക്കുന്നു. അപ്പോൾ റോ എന്താ 2 3 അല്ലേ? അതൊന്നും കോളം ആക്കുന്നു 2 3 ഇങ്ങനെ എഴുതി. അടുത്ത എന്താ 4 5 അടുത്ത റോ, അപ്പോൾ എന്താ അത് ഇങ്ങനെ എഴുതി. ഇത്ര ഉള്ളൂ. ഇതാണ് ആൻസർ. അതായത് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന മെട്രിക്സിന് റോ എല്ലാം കോളം ആക്കുന്നു, കോളം എല്ലാം റോ ആക്കുന്നു. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് പരീക്ഷ ചോദിക്കത്തില്ല ഉറപ്പാണ്. പക്ഷേ അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ എന്താ അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു അഡീഷണൽ പറഞ്ഞതേ ഉള്ളൂ. ട്രാൻസ്പോസ് ചോദിച്ചു കഴിഞ്ഞാൽ റോയിനെല്ലാം കോളമാക്കി, കോളത്തിലും റോ എത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്താ ടിപ്പ് ഇത് ഇൻ്റർചേഞ്ചിങ് ഓഫ് റോസ് ആൻഡ് കോളംസ് കേട്ടോ. ഇത്രയുള്ള പരിപാടി ട്രാൻസ്പോസിന് കേട്ടോ. ഓക്കെ, നമ്മുടെ മെട്രിക്സിലെ ലാസ്റ്റ് ചോദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമില്ല. ഫൈൻഡ് 2/2 മെട്രിക്സ്. ക്വസ്റ്റിന് പറയുന്നത് വെച്ചാൽ ഒരു 2/2 മെട്രിക്സ് കണ്ടുപിടിക്കാൻ. ആ 2/2 മെട്രിക്സ് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. അങ്ങനെ എന്താ എക്സ് എന്ന് പറയുന്ന 2/2 മെട്രിക്സ് ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ഒരു ഇക്വേഷൻ തരുന്നത്, ഇക്വേഷനകത്ത് എക്സ് വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഏതോ ഒരു മെട്രിക്സ് 3 7 2 4 അതുപോലെ തന്നെ 0 2 5 3 രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കൂടെ 2x ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവാണ്. അതായത് 3 7 2 4 എന്നൊരു മെട്രിക്സും ഈ മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ 2x ആഡ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ ഇത് കിട്ടും. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് എക്സ് എന്താണ് കണ്ടുപിടിക്കുക, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമുക്ക് അങ്ങനെ ആദ്യം നോക്കാം. അവർ പറയുന്ന പോലെ ഇതങ്ങ് ആദ്യം മൾട്ടിപ്ലൈ നോക്കാം അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ 3 7 2 4 0 2 5 7 5 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് എക്സിനെ നമുക്ക് എന്താ പറയുക, എക്സ് 2/2 മെട്രിക്സ് എന്നല്ലേ അവർ പറയുന്നത്, 2/2 എന്നല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ എന്താ എക്സിനെ നമുക്ക് ഇങ്ങനെ അങ്ങ് എടുക്കാം. എന്താ എ ബി സി ഡി, ഓരോ എലമെൻറ്റിന് എ ബി സി ഡി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാം. എന്താ 3 7 നമുക്ക് ആദ്യം ഇവനെ അങ്ങ് മൾട്ടിപ്ലൈ 3 7 2 4 അടുത്ത എന്താ മറ്റേവനെ ഏതാ 0 2 അല്ലേ 5 3 അല്ലേ? ശരി, അത് ജസ്റ്റ് മൾട്ടിപ്ലൈ നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ഓൾറെഡി 2 തവണ മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ കിട്ടുന്ന ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 20 27 60 എന്ന് കിട്ടും അല്ലേ? പ്ലസ് ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് 2x അല്ലേ 2 × x അല്ലേ ഈസിക്കൽ ടു ഇതല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ 2 × x, അപ്പോൾ 2 × എന്താ എ ബി സി ഡി ഈസിക്കൽ ടു എന്താ 1 -5 -4 6 ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ നോക്കടാ, നോക്ക് 35 20 27 16 അല്ലേ? പ്ലസ് നോക്ക് 2a 2b 2c 2d ഈസിക്കൽ ടു എന്താ 1 -5 -4 6 ഇങ്ങനെ വന്നു. ശരിയല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഈ എ ബി സി ഡി വരുന്നത് ഒരു സ്ഥലത്തേക്ക് പറ്റി നമുക്ക് ഇത് അകത്തേക്ക് വേണ്ടി മൾട്ടിപ്ലൈൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് കാണിച്ചത് മൾട്ടിപ്ലൈ ഉണ്ട്, എ ബി സി ഡി കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ ഇത് ഒരു സൈഡിൽ ഇട്ടേക്കാം. ഇത് ഒരു സൈഡിൽ കിടക്കാൻ ബാക്കി എന്ത് വരും? 2a അല്ലേ 2a അല്ലെങ്കിൽ എന്താ 2 × എന്താ എ ബി സി ഡി ഈസിക്കൽ ടു എന്താ പറയുന്നത് ഇത് ഈക്വൽസിന് അപ്പുറം കിടക്കുന്ന 1 -5 -4 അതുപോലെ തന്നെ എന്താ 6 അവിടെ കിടപ്പുണ്ട്. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ മൈനസ് ആവും അല്ലേ? മൈനസ് ആകുമ്പോൾ എന്താ മൈനസ് ഓഫ് എന്താ വരും 35 27 അല്ലേ 20 16 എന്ന് വരും. ശരിയല്ലേ? 20 16 ശരിയല്ലേ? 20 16 ശരിയല്ലേ? നോക്കടാ. ഓക്കെ,
2/2 മെട്രിക്സ് സെയിം ഓർഡർ 2/2 രണ്ട് മൈനസ് അപ്പം എന്താ രണ്ട് മെട്രിക്സ് ഈക്വൽ കാരണം എന്താ റോയും കോളം ഈക്വൽ ആണ് അല്ലേ രണ്ട് മെട്രിക്സ് ഇവിടെ എന്താ പറയുക രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ് അല്ല റോയും കോളം അല്ലേ ഈക്വൽ ആണ് ഇവിടെ റോയും കോളം ഈക്വൽ ഇവിടെ അപ്പം രണ്ട് ഈക്വൽ മെട്രിക്സ് ആണ് രണ്ട് തമ്മിൽ മൈനസ് ചെയ്യാണ് കുറയ്ക്കുകയാണ് അല്ലേ നോക്കി 2 ഇൻറ്റു ദ എ ബി സി ഡി ഈസിക്കൽ ടു എന്താ കുറയ്ക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും 1 കറസ്പോണ്ട് ചെയ്യാം 1 - 35 എന്ത് വരും 1 - 35 എന്ന് പറയുമ്പോൾ എന്താ -34 വരും -5 -27 -5 -27 എന്താ -32 വരും അടുത്ത -4 -20 അപ്പോൾ എന്താ -24 വരും -6 -16 അപ്പോൾ എന്താ അല്ല 6 -16 അപ്പോൾ എന്താ -10 വരും കേട്ടോ ഇതാണ് 2AB അപ്പോൾ അങ്ങനെ എന്താ നമുക്ക് കിട്ടേണ്ട ABCD അല്ലേ ABCD കണ്ടുപിടിക്കാം അല്ലേ ABCD വെച്ച് എന്താ 2നെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യണം ഓരോ എലമെൻറ്റ് ഡിവൈഡ് ചെയ്യണം അപ്പോൾ എന്താ -34/2 അല്ലേ -32/2 അല്ലേ -24/2 അല്ലേ -10/2 അല്ലേ നോക്കടാ അപ്പോൾ നോക്കി ABCD എന്ന് വെച്ചാൽ എന്താടാ -35/2 എന്താ -17 -32/2 -16 അല്ലേ -24/2 -12 അല്ലേ -5 ഇതാണ് ആൻസർ അപ്പോൾ എന്താ ABCD വെച്ചാൽ നമുക്ക് എക്സ് ആണ് അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താ ഇതാണ് ആൻസർ കേട്ടോ -17 -16 -12 കേട്ടോ 1 1 2 അല്ലേ 12 ആണ് -5 കേട്ടോ ഇതാണ് ആൻസർ എക്സ് ഈക്വൽ ടു കേട്ടോ ഞാൻ ടൈപ്പ് എഴുതെങ്കിൽ നിങ്ങൾ ഓഡിയോ ശ്രദ്ധിക്കണം കേട്ടോ ഓഡിയോയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്ന് കമൻറ്റിൽ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഹെഡ്ഫോൺ ഉപയോഗിച്ച് കേൾക്കുക കേട്ടോ ഹെഡ്ഫോൺ ഉപയോഗിച്ച് മാത്സ് പഠിക്കുമ്പോൾ എപ്പോഴും പബ്ലിക് സ്പേസ് ചെയ്ത് കേട്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല മാത്സ് വേറെ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ പബ്ലിക് സ്പേസ് ചെയ്താലും കേൾക്കാം മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഹെഡ്ഫോൺ ചെവി വെച്ച് ഫോക്കസ് ആയിട്ട് പഠിക്കുക അപ്പോൾ പിന്നെ വിഷയം വരുന്നില്ല കേട്ടോ നമ്മൾ മെട്രിക്സ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൂടെ ഉള്ളൂ എന്താ AP ആൻഡ് GP കേട്ടോ നമുക്ക് അതിലേക്ക് കയറാം ഓക്കെ AP എന്ന് പറയുമ്പോൾ അർത്ഥമാറ്റിക് പ്രോഗ്രഷനും GP എന്ന് പറഞ്ഞാൽ ജോമെട്രിക് പ്രോഗ്രഷനുമാണ് അപ്പോൾ അർത്ഥമാറ്റിക് പ്രോഗ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ഒരു സീരീസ് തരുവാണ് അല്ലേ ഒരു സീരീസ് എന്ന് പറയുമ്പോൾ എന്താ A1 A2 A3 ഇങ്ങനെ നമ്പേഴ്സ് തരുവാണ് ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ എന്താ പറയുക ഒരു എന്താ പറയുക 1 5 9 13 ഇപ്പോൾ ഓരോ നമ്പറിനും ഒരു പ്രത്യേകത എന്താ ഓരോ നമ്പറിനോട് എന്താ 4 കൂടിക്കൊണ്ടിരിക്കുക അല്ലേ 4 അല്ലേ 4 അപ്പോൾ എന്താ ഇങ്ങനെ പോകുന്ന ടേംസിനാണ് അർത്ഥമാറ്റിക് പ്രോഗ്രഷൻ AP എന്ന് പറയുന്നത് അപ്പോൾ എന്താ ഈ 4 എന്ന് പറയുന്ന പേരാണ് എന്താ കോമൺ ഡിഫറൻസ് കേട്ടോ കോമൺ ഡിഫറൻസ് കേട്ടോ അതുപോലെ തന്നെ GP ആകുമ്പോൾ എന്താ GP ഇതാണൊക്കെ എന്താ 1 ലെറ്റ്സ് സേ അപ്പോൾ എന്താ GP ആകുമ്പോൾ 2 കുറച്ച് നമ്പേഴ്സ് 2 അത് കഴിഞ്ഞ് എന്താ 4 8 16 ഇപ്പോൾ എന്താ പ്രത്യേകത ഓരോ നമ്പറിനോട് 2 മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയല്ലേ 2 മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയല്ലേ 2 into 4 4 into 8 8 16 അപ്പോൾ ഇങ്ങനെ ഓരോ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് സീരീസിന് പറയുന്നതാണ് ജോമെട്രിക് പ്രോഗ്രഷൻ GP അപ്പോൾ ഈ 2 എന്താ ഇവിടെ പറയുന്നത് കോമൺ റേഷ്യോ എന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനെയെങ്കിൽ APയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം AP നോക്കാം APയിൽ ജനറൽ ടേം കണ്ടുപിടിക്കുന്ന ഫോമുല ജനറൽ ടേം കണ്ടുപിടിക്കുന്ന ഫോമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ AN = A + n - 1 × D ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് AN എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം അല്ലേ അതായത് ആ സീരീസിൽ എത്ര ഇപ്പോൾ ഇവിടെ നോക്കി ഞാൻ സീരീസ് എഴുതി അല്ലേ 1 to 13 അപ്പോൾ എന്താ ഇവിടെ AN 13 ആണ് ഫസ്റ്റ് ടേം 1 ആണ് കോമൺ ഡിഫറൻസ് 4 ആണ് അല്ലേ അപ്പോൾ അങ്ങനെയെങ്കിൽ AN എന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല അപ്പോൾ എന്താ ലാസ്റ്റ് ടേം ആണെങ്കിൽ ഒരു ജനറൽ ടേം എഴുതി വെച്ചു ലാസ്റ്റ് ടേം നമുക്ക് ഇപ്പോൾ N-ൻ്റെ അവിടെ 5 ആണെങ്കിൽ 5 ടേംസ് ഉണ്ട് N-ൻ്റെ അവിടെ 10 ആണെങ്കിൽ 10 ടേംസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ലാസ്റ്റ് ടേം അല്ലെങ്കിൽ എന്താ ഏറ്റവും ലാസ്റ്റ് ടേം അതാണ് AN ഓക്കെ അപ്പോൾ ലാസ്റ്റ് ടേം അപ്പോൾ AN = ഇവിടെ എന്താ എന്ന് വെച്ചാൽ എന്താ ഫസ്റ്റ് ടേം കേട്ടോ അതുപോലെ തന്നെ എന്താ D എന്താ കോമൺ ഡിഫറൻസ് കേട്ടോ കോമൺ ഡിഫറൻസ് അപ്പോൾ ഇതാണ് എന്താ ഒരു ജനറൽ ടേമിൻ്റെ ഫോമുല ക്ലിയർ ആയല്ലോ ഓക്കെ അല്ലേ അപ്പം അപ്പം ഈ ഒരു ഫോമുല നിങ്ങൾ ഓർത്ത് വെക്കണം അപ്പോൾ നമുക്കിത് ബേസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ എന്താ ഫൈൻഡ് ഔട്ട് ക്വസ്റ്റ്യൻ ഇതാണ് ജസ്റ്റ് കേട്ടോ റൈറ്റ് ആൻഡ് AP whose first term is 3 and common difference is -2 ഫസ്റ്റ് ടേം 3 കോമൺ ഡിഫറൻസ് മൈനസ് അപ്പോൾ എന്താ ഫസ്റ്റ് ടേമിന് എന്താ ഞാൻ A3 എന്ന് വിളിക്കുന്നു കോമൺ ഡിഫറൻസ് D എന്താ -2 എന്ന് വിളിക്കുന്നു അങ്ങനെ എന്താ ആ APയുടെ ജനറൽ ടേം APയുടെ ഫോമിൽ എന്താ AN = അല്ലേ AN = എന്താ ഫോമിൽ പറയടാ AN = അല്ലേ A + അല്ലേ n - 1 × D ഇതല്ലേ ANൻ്റെ ഫോമുല ശരിയല്ലേ അപ്പോൾ നമുക്ക് എന്താ ഫസ്റ്റ് ടേം അല്ലേ ഫസ്റ്റ് ടേം എന്താടാ ഫസ്റ്റ് ടേം 3 അപ്പോൾ എന്താ 3 ഫസ്റ്റ് ടേം A1 = 3 അല്ലേ അപ്പം A2 സെക്കൻഡ് ടേം വെച്ചാൽ A2 അല്ലേ അപ്പോൾ A2 എന്താ n-ന് 2 ഇട്ട് കൊടുക്കുക A2 = A + n-ന് 2 ആണെങ്കിൽ 2 - 1 × കോമൺ ഡിഫറൻസ് എന്താ 3 അല്ലേ അപ്പോൾ എന്താ നമുക്ക് A എന്താണെന്ന് അറിയാം A എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല കോമൺ ഡിഫറൻസ് 3 അല്ല കോമൺ ഡിഫറൻസ് -2 ആണ് കോമൺ ഡിഫറൻസ് -2 ആണ് അപ്പോൾ എന്താ
എ നമുക്കറിയാം എ ക്വസ്റ്റ്യൻ എന്താ എ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം 3 എന്നറിയാം 3 പ്ലസ് 2 മൈനസ് 1 ഇൻറ്റു എന്താ -2 അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം എന്താടാ 3 - 2 വിച്ച് ഈസ് ഈക്വൽ ടു 1 വരും. ഇതാ സെക്കൻഡ് ടേം കേട്ടോ. അപ്പോൾ ഇത് എ പിയിൽ എഴുതാൻ പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. സംഭവം എന്താ പറയുക, ഓരോ ടേമും കണ്ടുപിടിക്കുക. ഇത് ജനറലി ഇങ്ങനെ എഴുതുന്നതാണ്, പക്ഷേ ഓരോ ടേമും കണ്ടുപിടിക്കുക എളുപ്പം എന്ന് പറയുമോ. ഫസ്റ്റ് ടേം A1 ആണെങ്കിൽ A1 ഫസ്റ്റ് ടേം ആണെങ്കിൽ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് പറയുമോ, ഫസ്റ്റ് ടേമിൻ്റെ കൂടെ A1 ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ഡി ആഡ് ചെയ്താൽ മതി. മനസ്സിലായി. തേർഡ് ടേം കണ്ടുപിടിക്കാൻ എന്താ സെക്കൻഡ് ടേമിൻ്റെ കൂടെ ഡി ആഡ് ചെയ്താൽ മതി. മനസ്സിലായി. ഫോർത്ത് ടേം കണ്ടുപിടിക്കാൻ എന്താ തേർഡ് ടേം കൂടെ ഡി ആഡ് ചെയ്താൽ മതി. മനസ്സിലായി. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, ഫസ്റ്റ് ടേം നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ഫസ്റ്റ് ടേം 3 കിട്ടി അല്ലേ. ഫസ്റ്റ് ടേം നമുക്ക് 3 കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് 3 കിട്ടിയെങ്കിൽ സെക്കൻഡ് ടേം എന്താ സെക്കൻഡ് ടേം അല്ലേ. സെക്കൻഡ് ടേം നോക്കി A1 പ്ലസ് ഡി അപ്പം A1 എത്ര ഫസ്റ്റ് ടേം 3 ആണ് അല്ലേ. 3 പ്ലസ് -2 അപ്പോൾ എന്താ നമുക്ക് എന്താ 3 പ്ലസ് -2 എന്ന് പറഞ്ഞാൽ 1. സെക്കൻഡ് ടേം നമുക്ക് 1 കിട്ടി, ശരിയല്ലേ. അടുത്ത തേർഡ് ടേം എന്താ 1 പ്ലസ് -2 അപ്പോൾ തേർഡ് ടേം എന്താ -1 കിട്ടി, ശരിയല്ലേ. അപ്പോൾ എന്താ ആൻസർ ഇങ്ങനെ. അപ്പോൾ ദെയർഫോർ ദ AP ഈസ് 3, 1, -1, എക്സെട്ര ഇങ്ങനെ എഴുതാം കേട്ടോ. ഇങ്ങനെ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേട്ടോ. ഇഫ് 2, M, 12 ഫോംസ് ആൻഡ് AP അങ്ങനെ ഫൈൻഡ് M. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്. 2ഉം M ഉം 12 ഇത് AP ആണെന്ന് പറയുന്നത്. AP എന്ന് വെച്ചാൽ എന്താ, ഇതിന് കോമൺ ഡിഫറൻസ് സെയിം അല്ലേ. APക്ക് കോമൺ ഡിഫറൻസ് അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് M. അപ്പോൾ നോക്കടാ, ഇവിടെ 2 ഫസ്റ്റ് ടേം ആണെന്ന് വിചാരിച്ചു, സെക്കൻഡ് ടേം M ആണെന്ന് വിചാരിച്ചു, അടുത്ത ടേം 12 ആണെന്ന് വിചാരിച്ചു. ഓക്കെ നോക്കടാ, സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ടേമിന് സെക്കൻഡ് ഡിഫറൻസ് എന്താണ് എപ്പോഴും, അതായത് സെക്കൻഡ് ടേം ആൻഡ് ഫസ്റ്റ് ടേം എന്ന ഡിഫറൻസ് എന്താ, കോമൺ ഡിഫറൻസ് ഡി, ശരിയല്ലേ. അപ്പോൾ എന്താ നമുക്കറിയാം 2 പ്ലസ് കോമൺ ഡിഫറൻസ് ആണ് M നമുക്കറിയാം അല്ലേ, ശരിയല്ലേ. അപ്പോൾ എന്താ M എന്താടാ 2 പ്ലസ് കോമൺ ഡിഫറൻസ് M അല്ലേ. അങ്ങനെ എന്താ M ഇങ്ങോട്ട് പോകുന്നത് 2 മൈനസ് M എന്താടാ ഡി. മനസ്സിലായത്. 2ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് M കിട്ടി അല്ലേ. അപ്പോൾ അങ്ങനെ എന്താ കോമൺ ഡിഫറൻസിൻ്റെ വാല്യൂ എത്ര 2 മൈനസ് M ഈക്വൽ ഡി. അതുപോലെ ഇവിടെ നോക്കടാ, ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം കിട്ടി, ഈ ടേമിനോട് ഈ ടേമിനോട് ഡി ആഡ് ചെയ്യുമ്പോൾ M കിട്ടും, ഈ എമ്മിൻ്റെ കൂടെ വീണ്ടും ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും, 12ൻ്റെ കൂടെ വീണ്ടും ആഡ് ചെയ്യുമ്പോൾ അടുത്ത നമ്പർ കിട്ടും അല്ലേ. അപ്പോൾ അതുപോലെ എന്താ ഞാൻ താഴോട്ടങ്ങ് എഴുതി 2ൻ്റെ കൂടെ ഡി ആഡ് ചെയ്താൽ എനിക്ക് M കിട്ടി. അങ്ങനെ എന്താ ഡി എന്താ 2 മൈനസ് M ഈക്വൽ ഡി. ഓക്കെ അല്ലേ. എന്നാൽ നോക്കടാ, അതുപോലെ എമ്മിൻ്റെ കൂടെ ഡി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 12 കിട്ടും അല്ലേ. എമ്മിൻ്റെ കൂടെ ഡി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 12 കിട്ടും അല്ലേ. അങ്ങനെ ഡി എന്താ ഡി ഈക്വൽ ടു 12 മൈനസ് M, ശരിയല്ലേ. അപ്പോൾ നോക്കടാ, രണ്ട് സൈഡിലും എന്താ ഡി ഈക്വൽ ടു 12 മൈനസ് M. ഓക്കെ രണ്ട് സൈഡിലും ഡി ഈക്വല. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ 2 മൈനസ് M ഈക്വൽ ടു 12 മൈനസ് M അല്ലേ. 2 മൈനസ് M ഈക്വൽ 12 മൈനസ് M അല്ലേ. അപ്പോൾ M അപ്പുറത്ത് പോകുമ്പോൾ എന്താ രണ്ട് സൈഡ് പോകുമ്പോൾ M പ്ലസ് M അല്ലേ. M അപ്പുറത്ത് പോകുമ്പോൾ നോക്കടാ, M അപ്പുറത്ത് പോകുമ്പോൾ ഇവിടെ എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ നോക്കി. ഇവിടെ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതാണ് 2 പ്ലസ് ഡി ഈക്വൽ ടു M ആണ്. അപ്പോൾ എന്താ M ഇങ്ങോട്ട് പോകുമ്പോൾ 2 മൈനസ് M ഈക്വൽ ടു ഡി അല്ലടാ, മൈനസ് ഡി ആ. നമുക്ക് ഡി ആ വേണ്ടത്. അപ്പോൾ ഡി എന്താ ഡി ഈക്വൽ ടു എന്താ M മൈനസ് 2 ആണ് കേട്ടോ. 2 മൈനസ് M -2. കാരണം എന്താ ഡി ഇപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ഡി ആയി, M മൈനസ് M എന്താ ഞാൻ അവിടെ പ്ലസ് ഡി എന്ന് എഴുതി കേട്ടോ. അപ്പോൾ 2 മൈനസ് M ഈക്വൽ മൈനസ് ഡി ആണ്. ഡി ഈക്വൽ എന്താ ഡിയുടെ കാര്യം മൈനസ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ മൈനസ് M പ്ലസ് ആയി, +2 -2. അപ്പോൾ എന്താ ഡി ഈക്വൽ M -2. അപ്പോൾ എന്താ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ വരും, എന്താ M -2 ഈക്വൽ ടു 12 മൈനസ് M, ശരിയല്ലേ. അപ്പോൾ M രണ്ടിടത്ത് പോകുമ്പോൾ എന്താ M കൂട്ടുമ്പോൾ M പ്ലസ് M ഈക്വൽ ടു 12 പ്ലസ് 2 എന്നായി. അപ്പോൾ എന്താ 2M ഈക്വൽ ടു 14 ആയി. എമ്മിൻ്റെ വാല്യൂ M ഈക്വൽ ടു എത്ര 14/2, M ഈക്വൽ ടു 7 ആയി കേട്ടോ. ഇതാണ് വാല്യൂ, എമ്മിൻ്റെ വാല്യൂ 7 കിട്ടി. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ടേം ഓഫ് ദ സീക്വൻസ് ഈസ് 1, 5, 9, 13, എക്സെട്ര അപ് ടു 77. ഓക്കെ അതൊരു AP വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 5, തേർഡ് ടേം 9 ഇങ്ങനെ പോവുകയാണ്. ഓക്കെ അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്കറിയാം അല്ലേ. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്താ 5 - 1. അപ്പോൾ എന്താ കോമൺ ഡിഫറൻസ് 4 ആണെന്നറിയാം. ഫസ്റ്റ് ടേം നമുക്ക് 1 ആണെന്നറിയാം. അതിന് 77 എത്രാമത്തെ ടേം ആണ്, 77 എത്ര ടേം നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. എന്താ അവർ പറയുന്നു AN ആണ് 77 അല്ലേ, AN ആണ് 77, ലാസ്റ്റ് ടേം 77. അങ്ങനെ എന്താ ഫോമിൽ എന്താ AN ഈക്വൽ ടു A പ്ലസ് അല്ലേ N-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞു അല്ലേ. A പ്ലസ് N-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ നമുക്ക് AN എന്താ 77 എന്ന് അറിയാം. 77 ഈക്വൽ ടു ഫസ്റ്റ് ടേം എത്ര 1 ആണ്, 1 പ്ലസ് അല്ലേ N-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര 4 എന്നറിയാം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കി 1 ഇങ്ങോട്ട് പോകുമ്പോൾ 77 മൈനസ് 1 ഈക്വൽ ടു എന്താ N-1 ഇൻറ്റു 4 അല്ലേ, ശരിയല്ലേ. അപ്പോൾ എന്താ 77 മൈനസ് 76 ഈക്വൽ ടു N-1 ഇൻറ്റു 4 ആണെന്ന് അറിയാം. അപ്പോൾ N-1 എന്താണ്, N-1 എന്താ 76 താഴെ 4 ഈ 4 താഴെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ 76/4 അല്ലേ, ശരിയല്ലേ. അപ്പം N-1 ഈക്വൽ ടു എന്താ
19 എന്ന് പറയാം അല്ലേ. 76/4 19 ആണ് അല്ലേ. n ഈസ് ഈക്വൽ ടു എന്താ 19 + 1 n ഈസ് ഈക്വൽ ടു 20. എന്താണ് ആൻസർ. ഇങ്ങനെ ചോദ്യം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ആൻസർ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചു. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും കേട്ടോ. നോക്കി വെച്ചു കേട്ടോ. ഇച്ചിരി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് 7 ടൈംസ് ദ സെവൻത് ടേം, അതായത് ഏഴാമത്തെ ടേമിന്റെ 7 തവണ, നമുക്ക് ഒരു എ പി ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം തേർഡ് ടൈം ഫോർത്ത് ടൈം എന്തെങ്കിലും ആയിക്കോട്ടെ, ആ എ പിയുടെ ഏഴാമത്തെ ടേമിന്റെ 7 തവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു എന്താ പറയുക 11ാമത്തെ ടേമിന്റെ 11 ടൈംസ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടേം A1 1 ആണെങ്കിൽ A1 A ആണെങ്കിൽ സെക്കൻഡ് ടേം A2 എന്താ നമുക്കെന്താ A+D അല്ലേ. A+D അല്ലേ. അപ്പോൾ എന്താ A3 എന്താ A+2D അല്ലേ. അങ്ങനെ A7 എത്ര A7 എന്ന് പറയുമ്പോൾ എന്താ 7 തവണ A7 എത്ര ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 6 ടൈംസ് ഡിഫറൻസ് ആയി. അപ്പോൾ എന്താ A+6D അല്ലേ. അങ്ങനെ 11th ടേം എത്ര A11 ഈസ് ഈക്വൽ ടു A+11D അല്ലേ. A+11D ഇതാണ് 11th ടേം ശരിയല്ലേ. ഓക്കെ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് സെവൻത് ടേം എന്ന് പറയുമ്പോൾ 7th ടേം A7 അല്ലേ. A7 എന്ന് വെച്ചാൽ A+6D ഇതാ 7th ടേം. ഈ 7th ടേമിൻ്റെ 7 ടൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7th ടേംസിൻ്റെ 7 ടൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 11th ടേമിൻ്റെ 11 ടൈംസ്. 11th ടേം അതാ A+11D 11 ടൈംസ്. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 7 അകത്തേക്ക് മൾട്ടിപ്ലൈ 7 × A 7A + 42D ഇസ് ഈക്വൽ ടു എന്താ 11A + 121D. ഓക്കെ. A+10 11th ടേം A+11D അല്ല 10D ആണ്. A+10D. അപ്പം എന്താ കാരണം എന്താ 8ാമത്തെ ടേം A+7D, 10ാമത്തെ ടേം A+9D, 11ാം ടേം A+10D. അപ്പോൾ അങ്ങനെ എന്താ എന്ത് വരും 110D വരും. 110D വരുവേ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എയും എല്ലാം ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും. എ എല്ലാം ഒരു സൈഡ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും. ഇതെല്ലാം അപ്പുറം സൈഡ് പോകുമ്പോൾ 0 ഈസ് ഈക്വൽ ടു എന്താ 11A - 7A + 110D - 42D എന്ന് വരും. ഓക്കെ. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ 0 ഈസ് ഈക്വൽ ടു എന്താ 7A - 11A 4A അല്ലേ. 42 110 - 42 110 - 42 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരും നമുക്ക് 68 എന്ന് വരും. 68D എന്ന് വരും കേട്ടോ. ഇവിടുന്ന് 4 കോമൺ എടുത്താൽ ബാക്കി എന്താ 0 ഈസ് ഈക്വൽ ടു 4 × A+17D. അപ്പോൾ 4 താഴേക്ക് പോയി വെട്ടി 0 തന്നെ വരും. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു A+17D ശരിയല്ലേ. അങ്ങനെയെങ്കിൽ A എത്ര A ഈസ് ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു A+17D. നമുക്ക് ഇത്രയും കിട്ടി. ഓക്കെ. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് ഫൈൻഡ് 18th ടേം എന്നാണ് ക്വസ്റ്റ്യൻ കണ്ടുപിടി. ഫൈൻഡ് 18th ടേം ക്വസ്റ്റ്യൻ കണ്ടുപിടി. ഫൈൻഡ് 18th ടേം. മക്കളെ 18th ടേം എന്താണ് 18th ടേമിനെ നമ്മൾ വിളിക്കുന്നത് എന്താ 10th ടേമിന് A+9D, 5th ടേമിന് A+4D, 7th ടേമിന് A+60, 11th ടേമിന് A+10D. അങ്ങനെ 18th ടേം എത്ര A+17D അല്ലേ 18th ടേം. നോക്കടാ A+17Dയുടെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടി. അതാ 0 കിട്ടി. പരിപാടി കഴിഞ്ഞു. therefore 18th ടേം ഈസ് 0 കേട്ടോ. ഇത്രയുള്ള പരിപാടി. ഇനി എ പിയിൽ വരുന്ന അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ സം കാണാനാണ്. കുറേ ടേം തന്നെ സം കാണാം. സം എന്ന് വെച്ചാൽ SN ഈസ് ഈക്വൽ ടു 2 ഫോമിലുണ്ട്. n/2 × 2A + n - 1 × D. ഇതാണ് ആദ്യത്തെ ഫോമുല. രണ്ടാമത്തെ ഫോമുല വെച്ചാൽ SN ഈസ് ഈക്വൽ ടു n/2 × എന്താ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഈ രണ്ട് ഫോമുല പ്രത്യേകം എന്ത് പറയുക നോക്കടാ. ചില ക്വസ്റ്റ്യൻസിൽ എന്താ ലാസ്റ്റ് ടേം തരത്തില്ല കേട്ടോ. എന്താ എത്ര ടേംസ് ഉണ്ടെന്ന നമ്പറും തരും, കോമൺ ഡിഫറൻസ് തരും, ഫസ്റ്റ് ടേം തരും. അങ്ങനെ തരുന്ന ഇതിൽ ഈ ഫോമുല. ചില ക്വസ്റ്റ്യൻസ് കോമൺ ഡിഫറൻസ് തരത്തില്ല, ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേമും നമ്പേഴ്സും തരും. അങ്ങനെ വരുന്നില്ല ഈ ഫോമുല. നമുക്ക് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 എന്താ പറയുക ഫൈൻഡ് ദ സം ഓഫ് ക്വസ്റ്റ്യൻ എഴുതി ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദ given AP. AP ഏതാ 3, 7, 11, 15, etc. അപ്പോൾ നോക്കടാ ഇവിടെ എന്താ ഫസ്റ്റ് ടേം ഉണ്ടല്ലേ A ഉണ്ട്, എന്താ 3 ഉണ്ട് അല്ലേ. കോമൺ ഡിഫറൻസ് എന്താ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ആണ്. 7 - 3 അല്ലേ. അപ്പോൾ എന്താ 4 ഉണ്ട്. കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലേ. നമ്പർ ഫസ്റ്റ് 25 ടേംസ് അല്ലേ. അപ്പോൾ എന്താ n എത്ര 25. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ടേം ഇല്ല. സ്വാഭാവികമായിട്ട് എന്താ നമുക്ക് എന്താ ലാസ്റ്റ് ടേം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ ഈ ഫോമുല പറ്റത്തില്ല. നമുക്ക് ഈ ഫോമുല എടുക്കാം. അപ്പോൾ എന്താ SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു അല്ലേ SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2A + n - 1 ഇൻറ്റു D. ഇതാണ് ഫോമുല. ഓക്കെ അല്ലേ. അപ്പോൾ എന്താ എന്ത് വരും 25/2 ഇൻറ്റു 2 ഇൻറ്റു A എത്ര 3 പ്ലസ്
25 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര 4. ഓക്കെ, അപ്പോൾ എന്താ 25/2 ഇൻറ്റു 2 ഇൻറ്റു 3 6 ആണ്. 6 പ്ലസ് 25 മൈനസ് 1 24 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 96 വരും. 96 ശരിയല്ലേ? അപ്പോൾ എന്ത് വരും 25 ഇൻറ്റു 6 പ്ലസ് 96 എത്ര 102 അല്ലേ? 102 അല്ലേ? 102/2. അപ്പോൾ എനിക്ക് ആൻസർ എന്താ 1275 വരും. ഇതാണ് സമ്മ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കടാ. ഈ ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ സമ്മ് ഇഫ് എന്താ സം ഓഫ് എന്താ 1 പ്ലസ് 7 പ്ലസ് 13 പ്ലസ് എക്സെട്ര അപ് ടു 115. കുറേ ടേംസ് ഉണ്ട്. ഇതിൻ്റെ സം കാണാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എന്താ എ എന്താ? എ എന്ന് വെച്ചാൽ 1 ആണ്. ഓക്കെ, നമുക്ക് ഡി എന്താ അറിയാം? ഡി എന്താ? ഡി ഈസ് ഈക്വൽ ടു എന്താ പറയുക? എന്താ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് ഇവിടുന്ന് കിട്ടി എത്ര 4 എന്ന് നമുക്കറിയാം അല്ലേ? 4 എന്ന് പറയാം. കാരണം എന്താ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 4 അല്ല 6 അല്ലേ? 7 മൈനസ് 1 6 എന്ന് പറയും. ഡി എന്ന് വെച്ചാൽ 6 എന്ന് പറയാം അല്ലേ? 7 മൈനസ് 1 6 30 മൈനസ് 7 6 അല്ലേ? അപ്പോൾ ലാസ്റ്റ് ടേം അല്ലേ? ലാസ്റ്റ് ടേം എ എന്ന് എത്ര 115 എന്നറിയാം. ശരിയല്ലേ? അപ്പോൾ എന്താ എ 115 നമുക്കറിയാം. നമുക്ക് സം കാണണമെങ്കിൽ എന്ത് വേണം നോക്കി? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമുക്കുണ്ട് അല്ലേ? സം കാണണമെങ്കിൽ എന്താ നമുക്ക് ഈ എൻ വേണം. ഈ എൻ എന്നുള്ള സാധനമാണ് ഈ എൻ അല്ലേ? എൻ നമുക്ക് അറിയത്തില്ല അല്ലേ? എൻ നമുക്ക് അറിയത്തില്ല. നമുക്കൊരു ഫോമിൽ അറിയാം എന്താ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു 115. അതായത് എന്താ ലാസ്റ്റ് ടേം എത്രയാണോ അതിൻ്റെ ഫോമുലേഷൻ എന്താ ഫസ്റ്റ് ടേം പ്ലസ് എൻ മൈനസ് 1 ഡി നമുക്ക് ഫോമുല. അതായത് ഫിഫ്ത്ത് ടേം ആണെങ്കിൽ എ പ്ലസ് 4d, സിക്സ്ത് ടേം ആണെങ്കിൽ എ പ്ലസ് എന്താ 5d, സെവൻത്ത് ടേം ആണെങ്കിൽ എ പ്ലസ് 6d. ഈ ഫോമുല നമുക്കറിയാം അല്ലേ? ശരിയല്ലേ? 10th ടേം ആണെങ്കിൽ എന്താ എ പ്ലസ് എന്താ 9d. ശരി, ഈ ഫോമുല നമുക്കറിയാം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ ഫോമുല നമ്മൾ എയുടെ വാല്യൂ 1 നമുക്കറിയാം. പ്ലസ് എന്താ എൻ മൈനസ് 1ൻ്റെ വാല്യൂ എൻ മൈനസ് 1 ഇൻറ്റു നമ്മളെന്താ 6 ഡിയുടെ വാല്യൂ 6 എന്ന് അറിയിച്ചിക്കൽ ടു 115 നമുക്കറിയാം. ശരിയല്ലേ? നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്താ 6 അകത്ത് മൾട്ടിപ്ലൈ 1 പ്ലസ് 6n മൈനസ് 6 ഈസ് ഈക്വൽ ടു 115 അല്ലേ? സോൾവ് ചെയ്യുമ്പോൾ എന്താ 6n മൈനസ് 5 ഈസ് ഈക്വൽ ടു 115 അല്ലേ? അപ്പോൾ 6n എത്ര 6n ഈസ് ഈക്വൽ ടു 115യുടെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ അപ്പുറത്ത് 5 ആകുമ്പോൾ എന്താ 120 ആവും. n ഈസ് ഈക്വൽ ടു 20 കിട്ടും അല്ലേ? n എന്ന് വെച്ചാൽ 120/6. അപ്പോൾ എന്താ 20 കിട്ടും. n 20 കിട്ടി. അപ്പോൾ നമുക്ക് നോക്കണം ഇപ്പോൾ n ഉണ്ട് അല്ലേ? ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം ഉണ്ട്. അപ്പോൾ സമ്മിൻ്റെ ഫോമിൽ എന്താ Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അല്ലേ? അപ്പോൾ എന്താ 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ് മക്കളെ 1 പ്ലസ് ലാസ്റ്റ് ടേം എത്ര 115. ശരിയല്ലേ? അപ്പോൾ നോക്കണം 20/2 10 ആണെന്നറിയാം അല്ലേ? 10 ഇൻറ്റു 115 പ്ലസ് 1 എത്ര 116 അല്ലേ? അപ്പോൾ എന്താ സമ്മിൻ്റെ വാല്യൂ 1160 വരും. ഇതാണ് എ പിയുടെ സം കാണുന്ന ഫോമാറ്റ് കേട്ടോ. എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അർത്ഥമാറ്റിക് പ്രോഗ്രഷൻ പഠിച്ചു. നമുക്ക് ഇനി അടുത്ത പഠിക്കാനുള്ളത് വെച്ചാൽ ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് ജി പി. അപ്പോൾ ഇതോടെ നമ്മുടെ ടോപ്പിക് കഴിഞ്ഞു. അപ്പോൾ ജി പി, ഇപ്പോൾ ജി പിക്ക് എന്താ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം ഇപ്പോൾ എന്താ A1 ആണെങ്കിൽ സെക്കൻഡ് ടേം A2, തേർഡ് ടേം A3 ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള എന്താ കോമൺ ഡിഫറൻസ് അല്ല, കോമൺ റേഷ്യോ ആണ്. കോമൺ റേഷ്യോ എന്ന് പറയും കേട്ടോ. അപ്പോൾ കോമൺ റേഷ്യോ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ R ആണ്. അങ്ങനെ ആറിൻ്റെ ഫോമിൽ എന്താ R ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം എന്താ A2/A1 അല്ലെങ്കിൽ എന്താ തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം കേട്ടോ. അതായത് ഏതോ ലാസ്റ്റ് ടേം അതിന് തൊട്ടുമുള്ള ടേംസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതിന് മുമ്പേ ജി പിയുടെ എന്ത് ടേം കാണാനുള്ള എന്ത് ടേം ഓഫ് ജി പി കാണാനുള്ള ഫോമുല എന്ത് ടേം കാണാനുള്ള ഫോമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ an ഈസ് ഈക്വൽ ടു AR റൈസ് ടു n മൈനസ്. ഇതാണ് ഫോമുല. an ഈസ് ഈക്വൽ ടു AR റൈസ് ടു n മൈനസ്. ഇതാണ് ഫോമുല. എന്ത് ടേം കാണുന്ന ഫോമുല an ഈസ് ഈക്വൽ ടു AR റൈസ് ടു n മൈനസ്. ഇതാണ് നമ്മുടെ ഫോമുല. ഓക്കെ, അപ്പോൾ എന്താ a എന്ന് വെച്ചാൽ എന്താ ഫസ്റ്റ് എന്താ വേറെ a ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ എന്താ a എന്ന് വെച്ചാൽ എന്ത് ടേം, r എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കോമൺ റേഷ്യോ, പിന്നെ n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, എഴുതിക്കോ. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ 10th ടേം ഓഫ് ജി പി. ഫൈൻഡ് ദ 10th ടേം ഓഫ് ജി പി. ജി പി തരുവാണ് 2, 4, 8, 16 അപ് ടു എക്സെട്ര. അപ്പോൾ എന്താ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഫസ്റ്റ് ടേം എന്താ a എന്ന് വെച്ചാൽ 2 വന്നിട്ടുണ്ട്, A2 വന്നിട്ടുണ്ട്. R എന്താണ് R നമ്മൾ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം അല്ലേ? അപ്പോൾ എന്താ 4/2 ചെയ്യുമ്പോൾ എന്താ R നമുക്ക് 2 കിട്ടി. ശരിയല്ലേ? 2 കിട്ടി. അപ്പോൾ 6 കിട്ടി. ക്വസ്റ്റ്യൻ 10th ടേം പറയാം. 10 എന്ന് പറഞ്ഞാൽ A10 കാണാൻ അല്ലേ? A10. അപ്പോൾ A10 എന്താ അപ്പോൾ നമുക്ക് n എത്ര കിട്ടും? n എന്താ 10 എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ അല്ലേ? 10th ടേം അല്ലേ? അപ്പം A10 എന്താ a ഇൻറ്റു R റൈസ് ടു n മൈനസ് 1 അല്ലേ? അപ്പോൾ 10 മൈനസ് 1 അല്ലേ? അപ്പോൾ എന്താ സംഭവം a എന്ന് വെച്ചാൽ 2 ഇൻറ്റു R അല്ലേ? 2 റൈസ് ടു 10 മൈനസ് 1 9, 2 റൈസ് ടു 9 അല്ലേ? ശരിയല്ലേ? അപ്പോൾ എന്താ 2 ഇൻറ്റു 2 റൈസ് ടു 9 എന്ന് പറയുമ്പോൾ എന്താ 2 റൈസ് ടു 10 എന്ന് വിളിക്കല്ലേ? കാരണം എന്താ 2 റൈസ് ടു 9ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 റൈസ് ടു 10 അപ്പോൾ എന്താ 2 റൈസ് ടു 10 അല്ലെങ്കിൽ എന്താ 1024. ഇതാണ് ആൻസർ കേട്ടോ. 1024 ഇത് ആൻസർ കേട്ടോ. ജി പിയിൽ വേറെ പാറ്റേൺ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താ പറയുക, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോട്ടോ, ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് ദ നമ്പേഴ്സ് എന്താ 5,x,1/5 ആർ ഇൻ ജി പി. ഇവർ പറയുന്നു ഈ 3 നമ്പേഴ്സ് 5x 1/5 ജി പിയിലാന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എന്താ ജി പിയിലാണെങ്കിൽ രണ്ടാമത്തെ ടേം ബൈ ആദ്യത്തെ ടേം എന്ന് വെച്ചാൽ കോമൺ റേഷ്യോ അല്ലേ. അപ്പോൾ എന്താ ആർ ഇസ് ഈക്വൽ ടു എന്താ രണ്ടാം ടേം എന്താ ഈ രണ്ട് ടേം ഞാൻ എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ ആർ എന്താ രണ്ടാമത്തെ ടേം എക്സ് അല്ലേ, x/5 എന്ന് വരും ആർ, ശരിയല്ലേ. ഓക്കെ, ഇനി സപ്പോസ് ഞാൻ എന്താ ഈ രണ്ട് ടേം എടുക്കുവാണെങ്കിൽ രണ്ടാമത്തെ ടേം ഇതല്ലേ, അപ്പോൾ എന്താ ആർ എന്ത് വരും, ആർ ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ ടേം 1/5 ഡിവൈഡ് ബൈ ആദ്യത്തെ ടേം എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടിടത്തും ആർ ഇസ് ഈക്വൽ x/5, ഇവിടെ ആർ ഇസ് ഈക്വൽ 1/5 എക്സ് അല്ലേ. അപ്പോൾ എനിക്ക് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ x/5 ഇസ് ഈക്വൽ ടു 1/5/x അല്ലേ, അല്ലെങ്കിൽ എന്താ x/5 ഈസ് ഈക്വൽ ടു എന്താ പറയുക 1/5/xനെ എനിക്ക് എന്ത് വിളിക്കാം പറ. 1/5/xനെ എനിക്ക് എന്താ 1/5x എന്ന് വിളിക്കാം, ശരിയല്ലേ. ഓക്കെ അല്ലേ. അല്ല, നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. കാരണം നോക്കടാ, ഇവിടെ നോക്കി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കി ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ എനിക്ക് x/5 ഇതല്ലേ ആദ്യത്തെ ടേം, x/5 എക്സ് ഡിവൈഡ് ബൈ 5 അല്ലേ, അത് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ്. അപ്പോൾ എക്സ് ഡിവൈഡ് 5 ഇവിടെ നിന്ന് ഈക്വൽ ടു 1/5 ഒരു ടേം ഡിവൈഡ് ബൈ എക്സ് വേറെ ടേം, ശരിയല്ലേ. അപ്പോൾ എന്താ നമുക്ക് രണ്ട് ഈക്വൽ അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ എന്ത് ചെയ്യും, അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ എന്താ എക്സ് ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു എന്താ 1/5 അല്ലേ, 1/5 ഇൻറ്റു ഈ 5 അങ്ങോട്ട് പോകുമ്പോൾ എന്താ ഇൻറ്റു 5 ഒന്നാവും അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/5 ഇൻറ്റു 5 എന്ന് വെച്ചാൽ 1 ആണ് അല്ലേ. എക്സ് എന്താ എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1, ഇതാണ് ആൻസർ കേട്ടോ എക്സ്. അപ്പോൾ ഇത് പരീക്ഷ ചോദിക്കും കേട്ടോ, നല്ല ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നമ്മൾ എ പി ചെയ്താണെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ഫോർത്ത് ടേം ഓഫ് എ ജി പി ഇസ് എന്താ സ്ക്വയർ ഓഫ് ഇറ്റ്സ് സെക്കൻഡ് ടേം ആൻഡ് അതുപോലെ എന്താ ആൻഡ് ദ ഫസ്റ്റ് ടേം ഇസ് -3. അങ്ങനെ എന്താ ഡിറ്റർമൈൻ ദ ജി പി. ഹാൻഡ് റൈറ്റ് നോക്കരുത്, ഞാൻ വായിക്കുന്നുണ്ട്, നാളെ എക്സാം വേണ്ടി സ്പീഡ് ചെയ്യുകയാണ്, ഹാൻഡ് റൈറ്റ് നോക്കരുത്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ ഫോർത്ത് ടേം ഓഫ് ജി പി ഇസ് സ്ക്വയർ ഓഫ് സെക്കൻഡ് ടേം. അപ്പോൾ നമുക്ക് എന്താ ഫോർത്ത് ടേം എന്താ ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ എ എന്താ -3 എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ടേം എ ഇസിക്കൽ -3 എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ ഫോർത്ത് ടേം എന്താ A4 എന്ന് വെച്ചാൽ എന്താ സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ ആണ്. അപ്പം A2ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എന്താ A4 എന്ന് വെച്ചാൽ എന്താണ് A ഇൻറ്റു AR/3 ആണ് A4 അല്ലേ. അപ്പോൾ A2 എന്താ A2 എന്ന് വെച്ചാൽ A ഇൻറ്റു R അല്ലേ, ദ ഹോൾ സ്ക്വയർ, ശരിയല്ലേ. ഫോർത്ത് ടേം വെച്ചാൽ എന്താ AP ആണെങ്കിൽ A+3D, GP ആണെങ്കിൽ AR/3. സെക്കൻഡ് ടേം എന്താ AP ആണെങ്കിൽ A+1D, GP ആണെങ്കിൽ AR എന്ന് വരും, AR/1. സെക്കൻഡ് ടേം ആണെങ്കിൽ AR/1 അല്ലേ. അപ്പോൾ എന്താ ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് ഹോൾ സ്ക്വയർ ഇട്ടു. ഓക്കെ, AR³ ഈസ് ഈക്വൽ ടു ഇവിടെ സ്ക്വയർ അകത്തേക്ക് ചെയ്യുമ്പോൾ A² ഇൻറ്റു R² എന്നായി, ശരിയല്ലേ. അപ്പോൾ താഴോട്ട് അങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും, ക്രോസ് ചെയ്യുമ്പോൾ എന്താ R³ ഈസ് ഈക്വൽ ടു A എങ്ങോട്ട് പോകുമ്പോൾ എന്താ A² A എന്നായി. അപ്പോൾ ഇത് വെട്ടിപ്പോൾ ബാക്കി എന്ത് വരും R ഈസ് ഈക്വൽ ടു A വന്നു. നമുക്ക് ഓൾറെഡി അറിയാം A എന്താടാ, A എന്ന് വെച്ചാൽ -3 ആയിരുന്നില്ല. അപ്പോൾ എന്താ R ഈസ് ഈക്വൽ ടു -3 കണ്ടാ, കാരണം എന്താ A -3 എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ അല്ലേ. അപ്പം നമ്മുടെ റിക്വയർഡ് ജി പി എന്താ, നമുക്ക് ജി പി എങ്ങനെ കണ്ടുപിടിക്കും. ജി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഫസ്റ്റ് ടേം A ആണ് അല്ലേ. അപ്പോൾ എന്താ -3. സെക്കൻഡ് ടേം എന്താ AR അല്ലേ. അപ്പോൾ എന്താ -3 ഇൻറ്റു -3, അപ്പോൾ എന്താ വരും 9 വരും അല്ലേ. തേർഡ് ടേം എന്ന് പറയുന്നത് AR² അല്ലേ. അപ്പോൾ എന്താ -3 ഇൻറ്റു -3 ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താ -3 ഇൻറ്റു 9 അല്ലേ. അപ്പോൾ എന്താ -27 വരും കേട്ടോ. ഇതാണ് റിക്വയർഡ് ജി പി. ഓക്കെ അല്ലേ. നമ്മൾ എ പിയിൽ സമ്മ് പഠിക്കുന്നതാണെങ്കിൽ ജി പിയിലും എന്താ സം ഓഫ് n ടേംസ് ഓഫ് ജി പി എന്ന സാധനം ജി പിയിലും ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ കണ്ടുപിടിക്കുന്ന ചിന്ത SN ഈസ് ഈക്വൽ ടു സം കാണുന്നതാണ് A ഇൻറ്റു 1 - R⁻n ബൈ 1 - R. ഇതാണ് ഫോമുല. അപ്പോൾ SN എന്ന സമ്മ്, A എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം, R എന്താ കോമൺ റേഷ്യോ. ഇതെന്ന് പറയുമ്പോൾ ആറിൻ്റെ വാല്യൂ 1നേക്കാൾ കുറവാണെങ്കിലാണ് ഈ ഫോമുല യൂസ് ചെയ്യുന്നത്. ആറിൻ്റെ വാല്യൂ 1നേക്കാൾ കുറവാണെങ്കിൽ ഈ ഫോമുല യൂസ് ചെയ്യും. ഓക്കെ, ഇനി ആറിൻ്റെ വാല്യൂ കോമൺ 1 കുറവ് -1 -2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ ഫോമുല യൂസ് ചെയ്യും. ഇനി ആറിൻ്റെ വാല്യൂ 1നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോമുല വെച്ചാൽ A ഇൻറ്റു R⁻n - 1 ബൈ R-1 ഈ ഫോമുല ഉപയോഗിക്കും. രണ്ട് ഫോമുല ഉപയോഗിക്കും കേട്ടോ. ഇതാണ് സമ്മിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് സമ്മിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ ജി പി. ഏതൊക്കെ ജി പി 2, 4, 8, 16. 2, 4, 8, 16. അപ്പോൾ സമ്മ് കാണാൻ ഫസ്റ്റ് ടൈം എന്താണ് A ഈസ് ഈക്വൽ ടു 2 അല്ലേ. കോമൺ റേഷ്യോ എന്താ R ഈസ് ഈക്വൽ എന്താ സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ്. സെക്കൻഡ് ടൈം 4, ഫസ്റ്റ് ടൈം 2, അപ്പോൾ 4/2 2 വരും അല്ലേ. 4/2 2 വരും അല്ലേ. സെക്കൻഡ് ടൈം R കിട്ടി, ശരിയല്ലേ. അങ്ങനെ SN ൻ്റെ ഫോമിൽ SN ഈസ് ഈക്വൽ ടു
എ ഇൻറ്റു r⁻n−1 ബൈ എന്താ r−1 ശരിയല്ലേ? നോക്കടാ, എ എത്ര 2 ഇൻറ്റു ആർ എത്ര നമുക്ക് കിട്ടിയ 2 n എത്ര n എത്ര ക്വസ്റ്റ്യൻ എന്താ പറയുക? ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് അല്ലേ? n 20 എന്നുണ്ട് അല്ലേ? n = 20 എന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താ 2⁻20 - 1 ബൈ 2 - 1 അല്ലേ? അപ്പോൾ എന്താ 2 ഇൻറ്റു 2⁻20 - 1 ബൈ 2 - 1 എത്ര 1 വരും അല്ലേ? ആൻസർ ഇത്രയേ ഉള്ളൂ. 2 ഇൻറ്റു 2⁻20 - 1 ഇതാണ് ആൻസർ കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, എളുപ്പമാണേ, ഭയങ്കര എളുപ്പമാണേ. അപ്പോൾ നമ്മുടെ മാരത്തോൺ ഇത്രയേ ഉള്ളൂ. ഇപ്പം നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും സൂപ്പർ ഹീറോയുടെ വക ഒരു എന്താ പറയുക കിടിലം ഓൾ ദി ബെസ്റ്റ് ആശംസിക്കുന്നു. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. നിങ്ങൾ പാനിക് ആവരുത്. എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുമ്പം എന്താ പറയുക ആദ്യം കുറച്ച് കോൾ ഓഫ് ടൈം മിനിറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ഫ്രണ്ട്സിന് നിങ്ങൾ കയറുമ്പം എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുമ്പം നിങ്ങൾ എന്താ ഒരാളും മിണ്ടരുത്. നിങ്ങൾ പഠിച്ച ഒരിടത്ത് മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും പോരുത്. നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ ആദ്യം നിങ്ങളെ വിശ്വസിക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ്. ഓക്കെ, അതാണ് വേണ്ടത്. നിങ്ങൾ ആദ്യം നിങ്ങളെ വിശ്വസിക്കുക. എന്നിട്ട് എക്സാമിനേഷൻ ഹാളിൽ ചിലപ്പോൾ കയറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടഫാണോ എളുപ്പമാണോ ചോദിക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ എന്താ പല ആൾക്കാരും പല രീതിയിൽ പറയും. ചിലപ്പോൾ നിങ്ങളെ പാനിക് ആക്കും. അപ്പം നിങ്ങൾക്ക് ടഫാണെങ്കിൽ എൻ്റെ അർത്ഥം എന്താ എല്ലാവർക്കും ടഫായിരിക്കും. നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ എല്ലാവർക്കും എളുപ്പമായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ആ മൈൻഡ് സെറ്റ് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ടഫാണെങ്കിൽ എന്താ വാല്യൂഷനൊക്കെ അല്പം ലിബറലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും എന്താ പറയുക എക്സാമിനേഷൻ ഹാളിൽ പേടിക്കരുത്, പാനിക് ആവരുത്. ക്വസ്റ്റ്യൻ കിട്ടുമ്പം നിങ്ങൾ സാധാരണ ട്യൂഷൻ ക്ലാസ്സിലോ വീട്ടിലോ അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷനിലോ പോയി ഓരോ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതാറുണ്ട് അല്ലേ? മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കൂടി ഇപ്പോൾ എന്താ മാർക്ക് കുറഞ്ഞ സാർ അടിക്കും, അല്ലെങ്കിൽ മിസ് കളിയാക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് കളിയാക്കും. ഇതൊക്കെ ആയിരിക്കും ആ ഒരു മെൻറ്റാലിറ്റി. അപ്പോൾ എന്താ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ പ്രഷറില്ല. പക്ഷേ എക്സാം ആണെന്ന് വെച്ചാൽ ഫൈനൽ എക്സാമാണ്, ഓണപരീക്ഷയല്ല, ഫൈനൽ എക്സാമാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര പാനിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കണ്ണിൽ ചിലപ്പോൾ എന്താ കൊച്ചു കാര്യങ്ങൾ സൈൻ പ്ലസ് അല്ലെങ്കിൽ മൈനസ്, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധയപ്പെടത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുമ്പോൾ ഒരു 10 തവണ എന്താ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. ഓക്കെ, പിന്നെന്താ പറയുക ഒരു 3 തവണ ഉള്ളിൽ ടുഡേ ഇസ് മൈ ഡേ, ഇന്ന് എൻ്റെ ഡേ ആണ്, ഞാൻ മാക്സിമം നല്ല മാർക്ക് സ്കോർ ചെയ്യും, ഫുള്ള് തന്നെ സ്കോർ ചെയ്യാൻ ശ്രമിക്കും, എൻ്റെ ഡേ ആണ്, എക്സാം എത്ര ടഫായാലും ഞാൻ എൻ്റെ വരുതിയെ കൊണ്ടുവരും എന്ന് തിങ്ക് ചെയ്യുക, പറയുക സെൽഫായിട്ട്. ഒരു ഒന്ന് മിനിറ്റ്. ബാക്കി എന്താ കോൾ ഓഫ് ടൈമിലിരുന്ന് നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയും. നിങ്ങൾ കോൾ ഓഫ് ടൈമിലിരുന്ന് തിരിഞ്ഞു മറിഞ്ഞ് നോക്കാനില്ല. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെ കിടക്കുന്നു പറക്കി നോക്കുക. ഏതൊക്കെ പേജിലാണ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ പേജിൽ കിടക്കുന്നു, ടഫ് ക്വസ്റ്റ്യൻസ് ഏത് പേജിലാണ്, ഈസി ക്വസ്റ്റ്യൻ ഏത് പേജ്, ആ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇതെല്ലാം നോക്കിയിട്ട് കോൾ ഓഫ് ടൈം കഴിയുമ്പോൾ നിങ്ങൾ എന്താ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യമേ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ഓർഡറിലായിക്കോട്ടെ വിഷയമില്ല, നമുക്ക് ആദ്യമേ നിങ്ങൾക്ക് ഈസി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതായത് എന്താ പറയുക, അതായത് എക്സാമിനേഷൻ ഹാളിൽ എന്താ പറയുക എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് ഈസി. ചിലപ്പോൾ എന്താ ബാക്കിയുള്ളവർ ടഫാകുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ട്രിഗ്നോമെട്രി. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പറക്കി എഴുതുക. മനസ്സിലാവും. അത് ഇപ്പോൾ ട്രിഗ്നോമെട്രി ചിലപ്പോൾ ടഫായിരിക്കും എല്ലാവർക്കും, നിങ്ങൾക്ക് ഈസിയായി നിങ്ങൾ അങ്ങ് പറക്കി എഴുതുക. ഇപ്പോൾ എന്താ മെട്രിക്സ് എല്ലാവർക്കും ടഫായിരിക്കും, നിങ്ങൾക്ക് ഈസിയായി നിങ്ങൾ പുറക്കി എഴുതുക. ഓക്കെ, ഇപ്പോൾ GST നിങ്ങൾക്ക് ഭയങ്കര ടഫാണ്, എല്ലാവർക്കും എളുപ്പമാണ്, അപ്പോൾ എന്താ അത് ലാസ്റ്റ് എഴുതുക. എക്സാമ്പിൾ പറയുകയാണ്. അപ്പം കോൾ ഓഫ് ടൈമിൽ നമുക്ക് എളുപ്പമുള്ള എവിടെയാണ്, നമുക്ക് ടഫുള്ള എവിടെയാണ് നോക്കി പറക്കി എടുത്ത് നൈസായിട്ട് എന്താ പറയുക നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് പേജിൽ എനിക്ക് എളുപ്പമുള്ളതുണ്ട്, സെക്കൻഡ് പേജിൽ എനിക്ക് എളുപ്പമുള്ളതുണ്ട്, 6th പേജിൽ എനിക്ക് എളുപ്പമുള്ളതുണ്ട്, നോക്കി മനസ്സിലാക്കുക. കോൾ ഓഫ് ടൈം കഴിഞ്ഞ് പേപ്പർ പൊട്ടിച്ച് കഴിഞ്ഞാൽ തിരിയാനോ മറിയാനോ നിൽക്കരുത്. ആദ്യം തന്നെ നൈസായിട്ട് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന ക്വസ്റ്റ്യൻസ് എന്താ എഴുതുക. പിന്നെ ഇപ്പം യൂണിറ്റ് ഇട്ടില്ലെങ്കിൽ മാർക്കൊന്നും ഇല്ല എന്നൊരു സാധനം ഉണ്ട്. ഏതാ നമ്മുടെ വാല്യൂഷൻ ക്യാമ്പിൻ്റെ അകത്ത് യൂണിറ്റ് ഇട്ടില്ലെങ്കിൽ മാർക്ക് കട്ട് ചെയ്യത്തില്ല. പണ്ടൊക്കെ യൂണിറ്റ് ഇട്ടില്ലെങ്കിൽ എന്താ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നോ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നോ അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂണിറ്റ് ഇട്ടില്ലെങ്കിൽ പണ്ടൊക്കെ മാർക്ക് കട്ട് ചെയ്യാതെ, ഇപ്പം യൂണിറ്റ് ഇട്ടില്ലെങ്കിൽ മാർക്ക് കട്ട് ചെയ്യത്തില്ല എന്നൊരു സാധനം വാല്യൂഷൻ ക്യാമ്പിനുണ്ട്. അതിന് റീസൺ എന്താ വെച്ചാൽ നിങ്ങളുടെ ടൈം എന്താ മാക്സിമം കൺസ്യൂം ചെയ്ത് കുട്ടി ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ സാധനം. പക്ഷെ എന്നാൽ പോലും എന്താ പറയുക നമ്മൾ യൂണിറ്റ് ഇടേണ്ട സ്ഥലത്ത് യൂണിറ്റ് പ്രോപ്പറായിട്ട് ഇടുക കേട്ടോ, യൂണിറ്റ് പ്രോപ്പറായിട്ട് ഇടുക. പിന്നെ ലീനിയർ ഇൻഇക്വാലിറ്റീസ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഗ്രാഫ് ഇങ്ങനെ കിട്ടി, അപ്പോൾ എന്താ 5 വരെ കിട്ടിയെന്ന് വെച്ചു. അപ്പോൾ 5 കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പോവും. 5 വരെ കിട്ടിയെങ്കിൽ എന്താ ഇത് 5 ആണെങ്കിൽ പറ്റുമെങ്കിൽ 2 എണ്ണം അധികം എഴുതുക, 6, 7 എഴുതുക കേട്ടോ. അപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഉത്തരം ഇവിടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ -3 കിട്ടി, -3 കൊണ്ട് നിർത്തരുത്. ഇവിടെ -2, -1, ഇപ്പോൾ -3 കിട്ടിയ വെച്ചാൽ -3 കൊണ്ട് നിർത്തരുത്. 2 എണ്ണം ഇപ്പുറത്ത് അധികം ഇടുക, -2, -4, -5, 2 3 ആയിരിക്കും. കാരണം നമ്മൾ ഏതാണോ വാല്യൂ കിട്ടുന്നത് അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പോവും കേട്ടോ, മാർക്ക് പോവും. എന്നാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏതാണോ അതിനുശേഷം 1 2 എണ്ണം എക്സ്ട്രാ കൂടെ നിങ്ങൾ വരച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ മാർക്ക് പോകത്തില്ല. ഇത് വാല്യൂഷൻ ക്യാമ്പിൻ്റെ അകത്ത് മാർക്ക് കളയുന്ന ഒരു സാധനമാണ്. അവർ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് അവർ നോക്കും, എക്സ്ട്രാ ആയിട്ടല്ലെങ്കിൽ മാർക്ക് പോവും, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, പിന്നെ നിങ്ങൾ അത്യാവശ്യം എഴുതുമ്പോൾ നീറ്റായിട്ട് എഴുതും. ഈക്വൽസ് ഇങ്ങനെ ഞാൻ ഇപ്പോൾ ചെയ്താണ് റഫ് പോലെ അല്ല, ഈക്വൽസ് ആണ് ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഈക്വൽസ് അടുത്ത ലൈൻ ആകുമ്പോൾ ഈക്വൽസ്
ഈക്വൽസ് നേരെ എഴുതുക, അല്ലാതെ എന്താ ഇവിടെ ഈക്വൽ ഇങ്ങനെ വൃത്തിയിടാക്കരുത്, നേരെ എഴുതുക, വൃത്തിയായിട്ട് എഴുതുക കേട്ടോ. പിന്നെ അടുത്ത സാധനം വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഫുള്ള് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നൊന്നും സാധനം പറക്കി എഴുതരുത്. പകരം എന്താ ക്വസ്റ്റ്യൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻസ് ആദ്യം പറക്കി എഴുതുക. പിന്നെ പ്രോപ്പറായിട്ട് സ്റ്റെപ്പായിട്ട് ചെയ്യുക. റഫ് വർക്ക് ഉണ്ടെങ്കിൽ സൈഡിൽ എന്താ പെൻസിലുണ്ടെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് വൃത്തിയായിട്ട് സൈഡിൽ റഫ് ലൈൻ വരച്ചിട്ട് റഫ് സൈഡിൽ തന്നെ ചെയ്ത് കാണിക്കണം. പിന്നെ പേപ്പർ വാല്യൂ ആൻഡ് ടീച്ചർ, നിനക്ക് എത്ര ബുദ്ധി ഉണ്ടെങ്കിലും എത്ര ബുദ്ധിയാണെങ്കിലും എന്താ പറയുക, നീ ഒരു ഉത്തരം റഫ് ചെയ്യാതെയോ റഫ് വർക്ക് സൈഡിൽ കാണിക്കാതെയോ അല്ലെങ്കിൽ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ ആൻസർ എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസർ എഴുതുന്നത് ഇവിടെ അല്ല വേണ്ടത്. +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് എന്താ IIT പോലെ JEE പോലത്തെ എക്സാംസിൻ്റെ അകത്തോ അല്ലെങ്കിൽ എന്താ കോമ്പറ്റീവ് എക്സാം SSC RRB പോലത്തെ പരീക്ഷയ്ക്കകത്താണ് ഈ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉത്തരം എഴുതുന്നത്. അവിടെയൊക്കെ നിൻ്റെ ഈ ബുദ്ധി ഉപയോഗിച്ചോ വിഷയമില്ല, നീ അവിടെ ബുദ്ധി ഉപയോഗിച്ച് നിനക്ക് ജോബാണ്. പക്ഷേ ഇവിടെ നിനക്ക് എത്ര ബുദ്ധി ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് എഴുതാതെ അല്ലെങ്കിൽ റഫ് വർക്ക് എഴുതാതെ നീ ഉത്തരം എഴുതി കഴിഞ്ഞാൽ ടീച്ചർ എന്ത് കരുതും, നീ കോപ്പി അടിക്കാൻ നേരം ബാക്കിൽ നിന്ന് കോപ്പി അടിച്ച് ഉത്തരം എഴുതിയാൽ അപ്പം നിന്നുള്ള മാർക്ക് പോകും. അതുകൊണ്ട് നിനക്ക് എത്ര സംഭവം അറിയാമെങ്കിലും നീ നൈസായിട്ട് സ്റ്റെപ്പ് എഴുതുക. അതുപോലെ തന്നെ എന്താ സൈഡിൽ റഫ് വർക്ക് കാണിക്കാം. ടീച്ചർ വാല്യൂ എന്താ ഇവൻ ഈ ഉത്തരം എങ്ങനെ കിട്ടി, സ്റ്റെപ്പ് എങ്ങനെ കിട്ടിയോ സൈഡിൽ നോക്കുമ്പോൾ സൈഡിൽ അവൻ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്, അവൻ എന്താ സ്റ്റെപ്പ് ചെയ്തപ്പോൾ അവൻ ചെയ്തതാണെന്ന് മനസ്സിലാവും. മാർക്ക് അവിടെ വീട് കേട്ടോ. മാർക്ക് ഓരോ സ്റ്റെപ്പിനും മാർക്കുണ്ട്, വിട്ട് കളയരുത് കേട്ടോ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വേറൊന്നുമില്ല, നിങ്ങളെല്ലാം പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടു നിങ്ങൾ ബ്രഷപ്പ് ചെയ്യും. നിങ്ങൾ ഫുൾ ടെക്സ്റ്റ് ബുക്ക് ഈ വീഡിയോ നമ്മുടെ മാരത്തോൺ ബ്രഷപ്പ് ചെയ്യും. പിന്നെന്താ നമ്മൾ പ്രൗഡ്ലി പറയുകയാണ് എന്താ കേരളത്തിലെ ഫസ്റ്റ് ICSE മാരത്തോൺ മാരത്തോൺ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. കേരളത്തിലല്ല, എന്താ പറയുക നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കി അറിയാൻ പറ്റും. നോർത്ത് ഇന്ത്യയിൽ എന്താ കുറേ ഹിന്ദി ചാനൽസിൽ ICSE മാരത്തോൺ ചെയ്യുന്നുണ്ട്. CBSE സ്റ്റേറ്റിൻ്റെ മാരത്തോൺ, CBSE സ്റ്റേറ്റ് മാരത്തോൺ കുറേ കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനൽ മലയാളി കേരളത്തിൽ നിന്ന് കുറേ കോമ്പറ്റീറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. CBSE സ്റ്റേറ്റ് മാരത്തോൺ എന്താ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറേ കേരള യൂട്യൂബ് ചാനൽസ് കുറേ ചെയ്തിട്ടുണ്ട്. എന്നാൽ ICSE മാരത്തോൺ എന്താ എപ്പോഴും നോർത്ത് ഇന്ത്യസിലെ ഹിന്ദിക്കാരെ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം നമ്മൾ ICSE മാരത്തോൺ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ചെയ്യുന്ന ടീം സൂപ്പർ ഹീറോയായി മാറിയിരിക്കുന്നു ഈ വീഡിയോയിലൂടെ. അപ്പം നിങ്ങളെന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടി, കാരണം പൊതുവേ ICSEക്ക് വേണ്ടി മാരത്തോൺ കാര്യം ചെയ്യാൻ നിൽക്കത്തില്ല, ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചെയ്യാം. കാരണം കുറച്ച് ഓഡിയൻസേ ഉള്ളൂ. ഒരു വർഷം ICSEക്ക് ഒരു മാക്സിമം 8000 സ്റ്റുഡൻസേ പരീക്ഷ എഴുതത്തുള്ളൂ. അപ്പോൾ മാരത്തോൺ ചെയ്താലും വലിയ വ്യൂസ് ഒന്നും വലുതായിട്ട് കാണത്തില്ല. CBSE സ്റ്റേറ്റ് മാരത്തോൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ 100K അല്ലെങ്കിൽ എന്താ 50K വ്യൂസ് ഒക്കെ കയറും. അപ്പോൾ ICSE അപ്പോൾ എന്താ അവർ എത്ര എഫോർട്ട് എടുത്താലും റീച്ച് ഉണ്ടാവും. പക്ഷേ ഇതിന് റീച്ച് ആകും, അതായത് 8000 വരെ എഴുതത്തുള്ളൂ. അതുകൊണ്ട് കേരളത്തിലാരും ചെയ്യാത്തത്. ഒരു വർഷം 8000 കുട്ടികളെ പരീക്ഷ എഴുതുള്ളൂ. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ എന്താ മൊത്തത്തിൽ അറൗണ്ട് 2 ലക്ഷം പ്ലസ് 2 lakh പ്ലസ് ആൾക്കാർ പരീക്ഷ ഹിന്ദിക്കാർ ICSE എഴുതുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് മാരത്തോൺ ചെയ്യാൻ സക്സസ്ഫുൾ ആവും. അതുകൊണ്ട് കേരളത്തിൽ ഇവർ ആരും ICSE മാരത്തോൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ കുട്ടികൾക്ക് ICSE മാരത്തോൺ ഇല്ലാത്തതിന് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. CBSEക്കാർക്കും സ്റ്റേറ്റുകാർക്കും അവരുടെ മാരത്തോൺ എപ്പോഴും പല യൂട്യൂബ് ചാനൽസ് കോമ്പറ്റീറ്റേഴ്സ് പല ചാനൽസ് അവർ ചെയ്യുന്നുണ്ട്. ICSEക്ക് നോർത്ത് ഇന്ത്യയിലേ ഉള്ളൂ. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ മാരത്തോൺ പ്രത്യേകത എന്താ വെച്ചാൽ എക്സ്പ്ലനേഷൻ ഫുള്ള് ഹിന്ദിയിലാണ്, മലയാളത്തിലില്ല. അപ്പോൾ നമ്മൾ ഫോർ ദ ഫസ്റ്റ് ടൈം കേരളത്തിലെ മലയാളി ICSE കുട്ടികൾക്ക് വേണ്ടി നമ്മളെന്താ മാരത്തോൺ സൂപ്പർ ഹീറോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ www.super H-ന് 2 H ഉണ്ട് superhero.com എന്ന് അടിച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് ആണ്. ഒരു H അല്ല 2 H ഉണ്ട്. www.superhero.com അടിച്ചാൽ മതി. അപ്പോൾ ലോകത്ത് എവിടെ ഇരുന്ന് നമുക്ക് മാത്സ് പഠിക്കാം. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ലോകത്ത് എവിടെ ഇരുന്ന് മാത്സ് പഠിക്കാം. നമുക്ക് മാത്സ് 10th ICSEക്ക് ഉണ്ട്. നമ്മൾ ബോർഡ് എക്സാം സ്പെഷ്യലിസ്റ്റ് ആണ്. +1 11th 12th പിന്നെ അങ്ങോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ BTech എഞ്ചിനീയറിങ്ങിനുണ്ട്. BSc ഡിഗ്രി ആണെങ്കിൽ അവിടെയും മാത്സ് ഉണ്ട്. ഡിഗ്രി എല്ലായിടത്തും മാത്സ് ഉണ്ട്. ICSE മാത്രമല്ല CBSEക്കും സ്റ്റേറ്റിന് നമുക്കുണ്ട് മാത്സ് മാത്രമല്ല, മാത്സിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മൾ. ICSE CBSE സ്റ്റേറ്റ് എല്ലാത്തിനും മാത്സ് ഉണ്ട്. 10th 11th 12th BTech BSc എല്ലായിടത്തും പോകുന്നത്. എന്താ നമ്മുടെ കോൺസെപ്റ്റ് ഇതാണ്. ലോകത്ത് എവിടെ ഇരുന്ന് ലേൺ മാത്സ് എനിവെയർ ഫ്രം ദ വേൾഡ്. നിങ്ങൾക്ക് നമ്മുടെ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വെബ്സൈറ്റ് വഴി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി കിട്ടുന്നതായിരിക്കും. അപ്പം ICSE മലയാളി കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ മാരത്തോൺ നമ്മൾ നല്ല എഫോർട്ട് എടുത്ത മാരത്തോൺ ചെയ്തേക്കുന്ന കുറച്ചൊരു പറയുന്നുണ്ട്. സൗണ്ട് ഇഷ്യൂസ് ഉണ്ട്, സൗണ്ട് പ്രോബ്ലംസ് ഉണ്ട് മനസ്സിലായി, മൈക്കിൻ്റെ ഇഷ്യൂസ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ നമ്മുടെ പോരായ്മകളൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പം എന്താ പറയുക, അത്യാവശ്യം നിങ്ങൾ പറഞ്ഞ ഫ്ലോസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് നമ്മൾ ഇതിലും മികച്ചതായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഓൾ ഓഫ് സഡൻ പെട്ടെന്ന് നമ്മൾ ഈ മാരത്തോൺ 2-3 ദിവസം മുമ്പാണ് നമുക്ക് പ്ലാൻ വന്നത്. അതായത് ICSE കുട്ടികൾക്ക് ഒരു മാരത്തോൺ ഇല്ല, മാർച്ച് 2-ന് പരീക്ഷയാണ്, എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് മാരത്തോൺ പ്ലാൻ ചെയ്ത്, പെട്ടെന്ന് വെച്ചാൽ ഒരു 1 വീക്ക് സമയം എടുത്തു. 1 വീക്ക് കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് 7 days കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തത്. കാരണം എന്താ, നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലെ പ്ലാൻ ഇല്ലായിരുന്നു. CBSE സ്റ്റേറ്റിന് മാരത്തോൺ ICSEക്ക് പ്ലാൻ ഇല്ല. അപ്പോൾ നമ്മൾ കുറേ കുട്ടികൾ ഇവിടെ പഠിക്കുന്ന കുറേ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ്. അങ്ങനെ പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്തപ്പോൾ കുറേ പോരായ്മകളുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായത് കോമൺ പോലെ സൗണ്ട് ഇഷ്യൂ ആണ്.
ഈ സൗണ്ട് ഇഷ്യൂ നമ്മൾ നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പരിഹരിച്ച് സെറ്റാക്കി തരാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്ര എഫോർട്ട് എടുത്ത് ചെയ്തതാണ്. നമ്മൾ നല്ലൊരു എഫോർട്ട് ഇതിൻ്റെ പുറകെ എടുത്തിട്ടുണ്ട്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നല്ല എഫോർട്ട് എടുത്തുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കത് ഗുണം ചെയ്യും. കാരണം നമ്മൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു എഫോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നമ്മുടെ ഒരു എഫോർട്ടിൻ്റെ ബലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക്. നമ്മൾ നല്ല രീതിയിൽ എഫോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ സത്യസന്ധമായിട്ട് പറയാം, നമ്മൾ നല്ലൊരു എഫോർട്ട് എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് മാർക്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നാളത്തെ ദിവസം മാർച്ച് 2 2 മാർച്ച് 2026 നിങ്ങളുടെ ദിവസമാണ്. ICSE മാത്സ് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. നിങ്ങൾ നല്ല രീതിയിൽ തകർക്കുക. സൂപ്പർ ഹീറോ പോലെ എല്ലാ സ്റ്റാഫുകളും നിങ്ങൾക്ക് വേണ്ടി നാളെ പ്രാർത്ഥിക്കും. ഇവിടെ പഠിക്കുന്ന കുട്ടികളായാലും ഇവിടെ പഠിക്കാത്ത കുട്ടികളായാലും അതുപോലെ തന്നെ എല്ലാ മക്കൾക്കും നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കും. നല്ല മാർക്ക് കിട്ടട്ടെ. നിങ്ങൾ എവിടെ പഠിച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ സന്തോഷമേ ഉള്ളൂ. അപ്പം മാത്സ് എന്ന് പറയുന്ന സംഭവം ലോകത്തെ ഏറ്റവും ടഫ് സബ്ജക്റ്റാണ് മാത്സ്, ശരിയല്ല? അപ്പം മാത്സും ടഫ് സാധനം ഒരു അടുത്ത 10-15 വർഷത്തിന് ശേഷം മാത്സും സാധനം ലോകത്തുള്ള എല്ലാവർക്കും എളുപ്പമാവട്ടെ. അപ്പോൾ അതുകൊണ്ട് എവിടെ പഠിച്ച കുട്ടികൾ നാളത്തെ പരീക്ഷ എളുപ്പമാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ആശംസ നേരുന്നു. നിങ്ങൾ പോയി തകർത്തിട്ട് വായോ. പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9072951609 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്താലും മതിയാവും. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10th കഴിഞ്ഞ് അടുത്ത വർഷം നമ്മൾ ഉടനെ +1 11th ISC അല്ലെങ്കിൽ ലൈക്ക് 11th CBSE സ്റ്റേറ്റ് സിലബസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫർ വഴി നിങ്ങൾക്ക് ഫീസ് ഡിസ്കൗണ്ട് കിട്ടും. ഏർലി ബേർഡ് ഓഫർ ഫീസ് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ സാധാ ഫീസിനേക്കാൾ ഒരു 5000-6000 ഒക്കെ കുറഞ്ഞ് കിട്ടും. യെസ്. അപ്പം ഒന്നുകൂടെ അവസാനമായിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാം പഠിച്ചു, ടെൻഷൻ അടിക്കേണ്ട. അപ്പം മാരത്തോൺ വീഡിയോ കാണുമ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ 2x ഇട്ട് കാണുമോ, അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ പയ്യെ കാണുമോ. നിങ്ങൾ സെറ്റ് ആവുക. നാളെ രാവിലെ എക്സാമിനേഷനിൽ ധൈര്യമായിട്ട് പോവുക. നാളത്തെ ദിവസം നിങ്ങളുടെയാണ്. അപ്പം മക്കളെ, ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. സൂപ്പർ ഹീറോയുടെ ഒരു ആശംസകൾ കേട്ടോ. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. പോയി തകർത്തിട്ട് പോയോ. നിങ്ങളുടെ ദിവസമാണ് നാളെ. നിങ്ങൾ നാളെ നല്ല മാർക്ക് വാങ്ങിച്ചിരിക്കും. മാർക്ക് വാങ്ങിച്ച ശേഷം ഓരോ കുട്ടികളും നമ്മളെ വാട്സപ്പിൽ അറിയിക്കുക. ഈ വീഡിയോ കാണുന്ന ഓരോ കുട്ടികളും വാട്സപ്പിൽ അറിയിക്കുക കേട്ടോ. ഇവിടെ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി അറിയിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് കേട്ടോ. യെസ്.